കർത്താവിന്റെ ദാസനോട് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ക്രിസ്തു യേശുവിന്റെ സാക്ഷ്യം പ്രസ്താവിപ്പാൻ തക്കണം ഒരു സമയം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയതോർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കുന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എൻ്റെ അരികിൽ വന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങിയൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. അവൻ എന്നെ അണച്ചു, അവൻ എന്നെ താങ്ങി തൻ ഭുജബലത്താൽ എന്നെ നടത്തിയിടുന്നു. യേശുവിൻ നാമം, എന്നേശുവിൻ നാമം എൻ ജീവിതത്തിനേക ആശ്രയമേ. ഞാനിന്നു സ്തുതിക്കും, ഞാനിന്നു വാഴ്ത്തും എൻ യേശുവിൻ നാമം, എനിക്കെത്രയാനന്ദം. ഞാനിന്നു സ്തുതിക്കും, ഞാനിന്നും വാഴ്ത്തുമെൻ യേശുവിൻ നാമം, എനിക്കെത്രയാനന്ദം. ദൈവത്തിന് സ്തോത്രം. ഒരു വചനം വായിച്ച് ഞാൻ ദൈവസന്നിധിയിൽ എന്റെ സാക്ഷ്യം പ്രസ്താവിക്കാമെന്ന് കർത്താവ് ശരണപ്പെടുന്നു. 101 സങ്കീർത്തനം അതിന്റെ 2-1 വാക്യങ്ങൾ. 2-ാം വാക്യം വായിക്കുന്നു. ഞാൻ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കും, എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ഞാൻ ദയയെയും ന്യായത്തെയും കുറിച്ച് പാടും. യഹോവേ, ഞാൻ നിനക്ക് കീർത്തനം പാടും. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം ദൈവത്തിന്റെ വചനം വായിച്ച്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനങ്ങൾ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. നമ്മ ദൈവ മക്കൾ ശ്രദ്ധിക്കേണ്ട നിഷ്കളങ്ക മാർഗത്തിലായിരിക്കണം ശ്രദ്ധ വയ്ക്കുന്നത്. ഞാൻ എപ്പോഴും സന്തോഷത്തോടെ ഓർക്കാറുണ്ട്, നാം ആരെ ആരാധിക്കുന്നു എന്ന് വിചാരിച്ചാൽ ആ വ്യക്തിയുടെ സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉരുവാകുവാൻ തക്കൊണ്ടിടയായിത്തീരും. അമ്മ നിഷ്കളങ്ക മാർഗത്തിൽ നമ്മൾ ശ്രദ്ധ വയ്ക്കുക. എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും. ഞാൻ എൻ്റെ വീട്ടിൽ നിഷ്കളങ്ക ഹൃദയത്തോടെ പെരുമാറും. ദൈവജനം ദയയെയും ന്യായത്തെയും കുറിച്ച് പാടാൻ ദൈവത്തിന്റെ ജനത്തെ കർത്താവായ യേശുക്രിസ്തു ചങ്കിലെ ചോര തന്ന് വീണ്ടെടുത്തിരിക്കുന്നു. എൻ്റെ അനുഭവം പറഞ്ഞാൽ ഒത്തിരി ഉണ്ട്, ഞാനെങ്കിലും ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നു. ആദർശനാഥ പതിതഃ പുനജ ദർശനം ഗതഃ ന സൗ ന തസ്യത്വം വൃതാഹ പരിദേവതേ. തീർത്ഥ സ്നാനാദി തപോകർമ്മ ക്ഷേത്ര ഉപവാസ ധാന യാഗ അഖില ആരാധ്യ കർമ്മങ്ങളാൽ കണ്ടുകിട്ടുകയില്ലെന്നെ മൽഭക്തി ഒഴിഞ്ഞുകൊണ്ടൊരു നാളും. നീ എപ്പോഴും ഈശ്വരഭക്തിയോടുകൂടെ ഇരിക്കുക, ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. എൻ്റെ ജീവിതത്തിൽ എൻ്റെ 27ാമത്തെ വയസ്സിൽ സാക്ഷാൽ ഈശ്വരൻ ആരാണെന്നുള്ളത് കൃപയാൽ എൻ്റെ കർത്താവ് എന്നോട് കരുണ തോന്നി. എൻ്റെ നിരാശയുടെ ദുഃഖത്തിന്റെ വേളയില് കർത്താവെ, ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നെന്ന് ചോദിച്ചപ്പോൾ ദൈവത്തിന് കരുണ തോന്നിയത് കൊണ്ട് എൻ്റെ കർത്താവ് ഞാൻ കിടക്കുന്ന മുറിയിൽ ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ചു. തൻ്റെ വലങ്കൈ, എൻ്റെ ബലഹീനമായ വലങ്കൈ പിടിച്ച് എന്നോട് സംസാരിച്ചു. ഞാൻ എൻ്റെ സമാധാനം നിനക്ക് തരുന്നു. ലോക അവസാനത്തോളം ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ജനിച്ചു വളർന്നത് 3 ദേവസ്വങ്ങൾ സ്വന്തമായിട്ടുള്ള ആറ്റാശ്ശേരി തോളൂർ ജന്മത്തിൽ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലാണ്. മനുഷ്യന്റെ അവസ്ഥയൊക്കെ, എൻ്റെ പിതാവ് CBI ഉദ്യോഗസ്ഥനായിരുന്നു. തൻ്റെ 42ാമത്തെ വയസ്സിൽ വെല്ലൂരിൽ വെച്ച് ഉച്ചയ്ക്ക് ഓഫീസിൽ വെച്ച് അറ്റാക്ക് ഉണ്ടായി. വെല്ലൂർ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പോഴേ ആള് മരിച്ചുപോയി, എനിക്ക് 1.5 വയസ്സുള്ളപ്പോൾ. അപ്പൊ അച്ഛൻ്റെ സ്വദേശം പട്ടാമ്പി ശങ്കരമംഗലമാണ്, അമ്മയുടെ സ്വദേശം
ഉലാമന്തോളായിരുന്നു പെരിന്തൽമണ്ണ താലൂക്കിൽ. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ കടന്നു വന്നു. അന്ന് ഈ മറ്റുള്ളവരുമായിട്ട് യാതൊരു സംസർഗം പാടില്ല. അന്ന് ഈ എന്താ പറയുന്ന തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഒക്കെ നിലനിൽപ്പുള്ള ഒരു കാലം. ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ പാടില്ല, അയൽക്കാർ ഉത്തരം എന്തെങ്കിലും ചോദിച്ച ഉത്തരം വരാം, അങ്ങനെയൊക്കെ ഒരു വലിയ വല്ലാത്തൊരു നിഷ്ഠയായിരുന്നു. അതെല്ലാം അനുസരിച്ചാലും അച്ഛൻ മരിച്ചതിന് ശേഷം നാട്ടിൽ കടന്നു വന്നതിന് ശേഷം ഞങ്ങൾ 8 മക്കളായിരുന്നു. അമ്മ പഴയ 8ാം ക്ലാസ് പഠിച്ചതാണ്. അമ്മ ശുദ്ധ പാവമായിരുന്നു. അപ്പോൾ ഞങ്ങളെ അന്വേഷിക്കുന്നവർ ഞങ്ങളുടെ ഗാർഡിയൻസ് അവർ കണ്ടമാനം ശിക്ഷിക്കുമായിരുന്നു. അത് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പൂജയ്ക്ക് ആളെ വെച്ചിട്ടുണ്ട്. അവർ വന്നില്ലെങ്കിൽ ഞങ്ങൾ പൂജയെല്ലാം ചെയ്യും. പിന്നെ വൈകിട്ട് അമൽ വിദ്യാലയത്തിൽ പോയി വന്നതിന് ശേഷം പുസ്തകമൊക്കെ പൂമുഖത്ത് വെച്ച് ആറ്റിൽ പോയി കുളിച്ച് വന്ന് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് സന്ധ്യാനാമൊക്കെ ചൊല്ലി കഴിഞ്ഞ് അതിനുശേഷം ഗുണനപ്പട്ടിക എല്ലാം ചൊല്ലി കേൾപ്പിച്ച് എന്നാലും എന്തെങ്കിലും കാരണം പറഞ്ഞ് 2 അടി കിട്ടി. അതെല്ലാം സഹിച്ചങ്ങനെ മുന്നോട്ട് വന്നു. ഞങ്ങള് അമ്മയ്ക്ക് 36ാമത്തെ വയസ്സിലാണ് എൻ്റെ പിതാവ് മരിക്കുന്നത്. അത് കഴിഞ്ഞ് 40 വയസ്സുള്ളപ്പോൾ അമ്മയുടെ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ടായിട്ട് അതിനുശേഷം 10 വർഷം കഴിഞ്ഞ ശേഷം ഞങ്ങളൊക്കെ ജനിക്കുന്നത്. ഞാനാണ് ഏറ്റവും ഇളയ മകൻ. 7 ആൺമക്കളായിരുന്നു. എന്നാൽ ജ്യേഷ്ഠൻ വൈകിട്ട് കുളിക്കാൻ പോയ ജ്യേഷ്ഠന്റെ ഡെഡ് ബോഡിയാണ് ഞങ്ങൾക്ക് കിട്ടിയത്, നീന്തൽ അറിയാത്തത് കൊണ്ട്. എന്നാൽ നാട്ടുകാരെ ഞങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് കൊണ്ട് അവര് ആറ്റിലിറങ്ങി എന്തായാലും ഡെഡ് ബോഡി കിട്ടി. അപ്പോഴും അമ്മ ഞങ്ങളുടെ ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ട് ആൽത്തറയുടെ മതിൽക്കെട്ടിൽ തലയടിച്ച് കറന്ന് ഇന്ന് ഞാൻ സന്ധ്യയ്ക്ക് ഓർക്കാറുണ്ട്. ഇനി എന്തിന് എന്നെ ജീവനോടെ വെച്ചിരിക്കുന്നു, എന്നെ അങ്ങോട്ട് വിളിച്ചൂടെ എന്ന് വെച്ച് തന്റെ 40ാമത്തെ വയസ്സിൽ. അങ്ങനെ സ്വാതന്ത്ര്യമില്ലാതെ വളർന്നെങ്കിലും ഒരു ഈശ്വരഭക്തി ഉണ്ടായി, ദൈവമുണ്ടെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അങ്ങനെ വളർന്നു വന്നു. എന്നാൽ സ്വാതന്ത്ര്യമില്ലാത്തതിന്റെ പേരിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതാണ്. നിത്യനരകത്തിന് എന്നെ ആവശ്യമില്ലാത്തത് കൊണ്ട് സർവശക്തനും സർവജ്ഞാനിയും സർവകൃപാലുവും സകല മനുഷ്യരുടെ മേലും ദയ കാണിക്കും ദൈവം. ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ ദൈവ സകലത്തെ ഉരുവാക്കി ആകാശത്തിലെ പർവ്വജാതികളെയൊക്കെ ഉണ്ടാക്കി സമുദ്രത്തിലെ ജീവജന്തുക്കളെല്ലാം ഉണ്ടാക്കിയിട്ട് അവയെ അനുഗ്രഹിച്ചതാണ്. അവയൊക്കെ അനുഗ്രഹിച്ച മനുഷ്യന് വേണ്ടിയതെല്ലാം തയ്യാറാക്കി ക്രമീകരിച്ചതിന് ശേഷമാണ് ദൈവം തൻ്റെ സ്വരൂപത്തിലും മുഖച്ഛായയിലും മനുഷ്യനെ സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മൾ ആരും നമ്മുടെ ഇഷ്ടപ്രകാരം ഈ ഭൂമിയിലേക്ക് വന്നതല്ല. അതുകൊണ്ട് നമുക്കൊന്നും നമ്മുടെ ഇഷ്ടപ്രകാരം ഇവിടുന്ന് അങ്ങോട്ട് പോകാനും നിയമമില്ല. അയച്ചവൻ വിളിക്കുമ്പോൾ പോവുക എന്ന് മാത്രമേ. അങ്ങനെ 9ാം ക്ലാസ് പഠിക്കുമ്പോൾ മരിക്കാൻ ശ്രമിച്ചെങ്കിലും 5 മിനിറ്റ് വ്യത്യാസത്തില് അന്ന് ജീവൻ തിരികെ കിട്ടി. അപ്പോഴും അന്ന് പെരിന്തൽമണ്ണയിലെ 3 നഴ്സിംഗ് ഹോമും പ്രൈവറ്റ് ഹോസ്പിറ്റലില് ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിലുള്ളൂ. ഡോക്ടർ ബാബക്കുഞ്ഞ്, MS മാര്, ഡോക്ടർ വാര്യര്, ഈ 3 പേരും ഞങ്ങളുടെ ഫാമിലി ഡോക്ടേഴ്സ് ആയിരുന്നു. എന്നാൽ അവര് ഈ കേസായതുകൊണ്ട് പ്രിഫർ ചെയ്തു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ. അങ്ങനെ എരുമയൊക്കെ തന്നതിന് ശേഷം 32 ഇഞ്ചക്ഷൻ എൻ്റെ ശരീരത്തിൽ ചെയ്തതിന് ശേഷം എന്തായാലും ജീവൻ തിരിച്ചു കിട്ടി. ഞാൻ പിന്നെ ഒരു തീരുമാനം എടുത്ത് പഠനാനന്തരം ഇനി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല, പഠിച്ച് ജോലി വാങ്ങിച്ച് ഒരു സന്യാസ ജീവിതം ആഗ്രഹിച്ച് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ പഠിച്ചു. മധുരയിലെ അമ്മയുടെ ഒരു സഹോദരിമാർ 2 പേര് അവരുടെ മക്കളെ കൊണ്ടായിരുന്നു അവിടെ പോയി. ആദ്യം പോസ്റ്റ് ഓഫീസിൽ വർക്ക് ചെയ്തു. പിന്നെ അച്ഛൻ്റെ ജോലിയോടുള്ള ബന്ധത്തില് അന്ന് IG പൊൻ പരമഗുരു ആയിരുന്നു ചെന്നൈയില്. അപ്പൊ ആ സർട്ടിഫിക്കറ്റ് ഒക്കെ എഴുതി വാങ്ങിച്ച് ജോലിക്കെല്ലാം പോകാനുള്ള തയ്യാറെടുപ്പ് എല്ലാം എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും അധികം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത എൻ്റെ സ്വന്തം അമ്മയായിരുന്നു. അത് അമ്മയെ കൊണ്ടുപോയി മധുരയിലുള്ള ഒരു ഗ്രാമത്തിലെ മൂന്നാണ്ടിപ്പെട്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തില് ഒരു ആശ്രമം സ്ഥാപിച്ച് ആ ഗ്രാമവാസികൾ എന്നോട് ആവശ്യപ്പെട്ടു അവിടെ ഒരു ആശ്രമത്തിൽ വെച്ച് തരാം, അവിടെ വരണമെന്നാണ്. അവിടുത്തെ കാരണം അവിടെ ആദ്യം 10ാം ക്ലാസ് പാസ്സായ ഒരു സഹോദരൻ പഠിച്ച് ജോലി ഉണ്ടായിരുന്നു, വെറും മദ്യപാനിയൊക്കെ ആയിരുന്നു. അന്ന് അദ്ദേഹത്തോട് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ആധ്യാത്മികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അദ്ദേഹം നന്നാവാൻ തക്കമിടെ അയച്ചു. അങ്ങനെ ഞാൻ എൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് പോയി നാട്ടിലേക്ക് വന്നു. അപ്പൊ അന്ന് എൻ്റെ 2ാമത്തെ ജ്യേഷ്ഠൻ പറഞ്ഞു വീടിന്റെ നന്മയ്ക്കും സഹോദരന്മാരുടെ ഉയർച്ചയ്ക്കും വേണ്ടി ഒരു സുദർശന ഗൃഹം വീട്ടിൽ നടത്തണമെന്ന്. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. കാരണം എനിക്ക് അന്ന് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്, പക്ഷെ ജീവിതത്തിൽ സമാധാനമില്ലെന്നുള്ളത്. അന്ന് എനിക്കൊരു കാര്യമുണ്ട്, ഏത് കാര്യം ചെയ്താലും കൃത്യനിഷ്ഠയുള്ളവരായിരിക്കണം. നമ്മൾ ഒരിക്കലും ലേറ്റ് ആവരുത്. ചില നേരത്തെ വന്നാലും കുഴപ്പമില്ല, ലേറ്റ് ആവരുതെന്നുള്ള അത് അന്നുകൊണ്ട് ഇന്നും അങ്ങനെ തന്നെ. നല്ലത് എവിടെ കണ്ടാലും മുറുകെ പറ്റുക. അപ്പൊ അങ്ങനെ കൃപയാൽ ഹോമം നടത്താൻ വന്ന തന്ത്രി മന്ത്രമൊക്കെ തെറ്റി ചൊല്ലി ഞാനത് ശരിയായിട്ട് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു തെറ്റാണ്, ആള് പറഞ്ഞത് ശരിയെന്ന്. അപ്പൊ എൻ്റെ അടുത്ത് അന്ന് പുസ്തകം ഉണ്ടായിരുന്നു, ഇന്ന് ആ പുസ്തകം ഒന്നുമില്ല. ഇന്ന് സത്യവേദ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്, വേറെ അതൊന്നും ആവശ്യമില്ല. കൃപയാല്
ഞാൻ പുസ്തകത്തിൽ നിന്ന് വായിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞു, അദ്ദേഹം സോറി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അതിഥി ദേവോ ഭവ എന്ന ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല, വീട്ടിലേക്ക് വന്നതല്ല, ഇനി വേറെ എവിടെ പോയി ആർക്ക് ദോഷവും ദ്രോഹവും ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് സമാധാനത്തോട് പൊക്കോളാൻ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം. എന്നാൽ അന്ന് രാത്രി ദൈവത്തോട് കറന്നു, ദൈവമേ, സമ്പത്തിന് വേണ്ടി സ്വന്തം സഹോദരന്മാർ പോലും വിശ്വാസവഞ്ചന ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ സത്യദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിന്നെ കാണാൻ വേണ്ടി ഞാൻ കാശിയിലും രാമേശ്വരത്തും തിരുപ്പതിയിലും കേരളത്തിലെ എല്ലാ പുണ്യസ്ഥലങ്ങളിലും വന്നിട്ടില്ലേ? നേർച്ചയും നോമ്പെടുത്ത് ശബരിമല ഈ വർഷവും വന്നതല്ലേ? നിന്നെ കാണാൻ എനിക്ക് പറ്റിയില്ലല്ലോ. അതുകൊണ്ട് സത്യദൈവം ആരാണെന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നില്ല എങ്കിൽ ഞാൻ കിടക്കുന്ന മുറിയിൽ തന്നെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു തരാൻ അവിടെ ഒന്നും ആരുമില്ലായിരുന്നു. എന്നാ എനിക്ക് സ്വാമി വിവേകാനന്ദന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അങ്ങനെ ശ്രീരാമകൃഷ്ണ പരമഹംസരെ കുറിച്ചൊക്കെ വായിക്കാനിടയായി തീർന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ജ്ഞാനദീപം എന്ന് പറഞ്ഞൊരു പുസ്തകം വായിക്കാനുള്ള ഭാഗ്യം കിട്ടി. അപ്പൊ അതിൽ 2 അധ്യായങ്ങളുള്ള യേശുക്രിസ്തു ആരാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഇപ്രകാരം പറയുന്നു: നസ്രേത്ത് നൽകി തന്ന ക്രിസ്തു യേശുവിനെ എനിക്ക് അറിയാൻ കഴിയുമെന്ന് വിചാരിച്ചാൽ ദൈവകുമാരനായിട്ടല്ലാതെ ഒരിക്കലും സാധ്യമല്ല. എന്നാൽ നിങ്ങൾ യേശുക്രിസ്തുവിനെ ഏക ദൈവമായിട്ട് നിങ്ങൾക്ക് എന്ന് വ്യക്തമായി മനസ്സിലാകുന്നുവോ അന്ന് മാത്രം നിങ്ങൾ യേശുക്രിസ്തുവിനെ ആരാധിക്കണം. അതല്ലാതെ ബഹുദൈവങ്ങളുടെ കൂട്ടത്തിൽ യേശുക്രിസ്തുവും ഒരു ദൈവം എന്ന് വിചാരിച്ച് യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന പക്ഷം അതിനുള്ള ശിക്ഷ ഈ ഭൂമിയിൽ മാത്രമല്ല വരുവാനുള്ള ലോകത്തിലും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് അറിയാമെങ്കിലും ഞാൻ വ്യക്തിയോട് ചോദിച്ചാൽ പറഞ്ഞു, എല്ലാം വിട്ടു പറഞ്ഞു ഇങ്ങനെ ഇന്നെ മാതിരിയൊക്കെ ആണെന്ന് അറിഞ്ഞു. അപ്പൊ അതിന് പറ്റുമെന്ന് വെച്ചാൽ അപ്പൊ എനിക്ക് എൻ്റെ കുടുംബത്തെ ഉപേക്ഷിക്കുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം. അന്ന് അങ്ങനെ പോയില്ല. എങ്കിലും ആ രാത്രിയിൽ ദൈവത്തോട് കരഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് എന്നെ രക്ഷിച്ചു. പിന്നീടൊക്കെ ദൈവത്തിന്റെ വഴിയായിരുന്നു. മുൻപേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ഞാൻ കണ്ട സമയത്ത് എൻ്റെ വേഷം എന്താണെന്ന് വിചാരിച്ചാൽ കാവ്യമുണ്ടും നീല ഷർട്ടുമാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത്. ജോലി കഴിഞ്ഞുള്ള സമയങ്ങളിൽ രുദ്രാക്ഷമാലി തുളസിമാലി എൻ്റെ കഴുത്തിലുണ്ടായിരിക്കും. ഭസ്മസഞ്ചി കുങ്കുമസഞ്ചി അനേകർക്ക് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലും രാജാജി ഹോസ്പിറ്റൽ, ഇപ്പോഴ് മുൻപ് ഗവൺമെന്റ് എയർസ്കിൻ ഹോസ്പിറ്റലിലായിരുന്നു മധുരയിലെ ഗോറിപ്പാളയത്തുള്ള, അവിടെ വാർഡിലൊക്കെ കടന്നു ചെന്ന് ഭസ്മ കൊടുത്ത് ആശ്വാസം പറഞ്ഞു കൊടുക്കുമായിരുന്നു ജീവിതങ്ങൾക്ക്. അങ്ങനെ അന്ന് ആ രാത്രിയിൽ എൻ്റെ കർത്താവിനോട് സംസാരിച്ചു. കണ്ടത് കർത്താവിനെയാണെങ്കിലും എനിക്ക് ഈ മാർഗമൊന്നും അറിയത്തില്ല. പിറ്റേ ദിവസം എനിക്കൊരു ഞായറാഴ്ച വ്രതമായിരുന്നു. അപ്പൊ അങ്ങനെ അടുത്തുള്ള ഒരു നമ്പ്യാരുടെ വീട്ടില് തമിഴ്നാട്ടിലെ എൻ്റെ സുഹൃത്തുക്കൾക്ക് ലെറ്റർ എഴുതേണ്ടതുണ്ടായിരുന്നു. അതിന് അവിടെ പോയി തമിഴിൽ കത്തെഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദേവദാസൻ വന്നത്. ദേവദാസനാണെന്നൊന്നും എനിക്കറിയത്തില്ല. അദ്ദേഹം ഞാൻ എഴുതിയിരുന്ന തമിഴ് വായിച്ചു. അപ്പൊ എനിക്ക് വലിയ സന്തോഷമായി. ഞാൻ മലയാളിയാണ്, മലയാളത്തിൽ തന്നെ പഠിച്ചത്. അദ്ദേഹം മലയാളിയാണെങ്കിൽ തമിഴ് വായിച്ചല്ലോ. അങ്ങനെ പരിചയപ്പെട്ടു വന്നപ്പോൾ അദ്ദേഹം എന്താ ജോലി എന്ന് വെച്ചപ്പോൾ അദ്ദേഹം യേശുക്രിസ്തുവിനെ കുറിച്ച് അറിയിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ എൻ്റെ ജോലി പറഞ്ഞു ഇന്ന സ്ഥലത്ത് മധുരയിലാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ ഇപ്രകാരം പറഞ്ഞു, കഴിഞ്ഞ ദിവസം രാത്രി യേശുക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിഞ്ഞു. കൂടുതൽ അറിയാൻ എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു സത്യവേദ പുസ്തകം വാങ്ങിച്ച് വായിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പെരിന്തൽമണ്ണ പോകുന്നുണ്ട്. അപ്പൊ പെരിന്തൽമണ്ണ പോകുമ്പോൾ പുസ്തകം വാങ്ങിച്ചോണ്ട് വരാം. അന്ന് 22 രൂപയാണ് അതിന്റെ വില എന്ന്. അങ്ങനെ അദ്ദേഹം അതൊരു പുസ്തകം വേദപുസ്തകം വാങ്ങിക്കാൻ ഇടയായി. അപ്പൊ അങ്ങനെ വീട്ടിൽ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ യേശുക്രിസ്തുവിനെ കണ്ടെത്തി എൻ്റെ ജീവിതത്തിൽ എന്തോ വലിയ സമാധാനമുണ്ടെന്ന്. അപ്പോഴ് എൻ്റെ കുടുംബത്തിൽ പിന്നെ എല്ലാവരോടും ഞാൻ ഈ കാര്യം പറഞ്ഞു. അങ്ങനെ ദൈവവചനം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഇസ്ഹാക്ക് ചോദിച്ചു, അപ്പ യാഗമൃഗം എവിടെയെന്ന് ചോദിച്ചു. അത് അബ്രഹാം പറഞ്ഞു, മകനെ യഹോവ കരുതിക്കൊള്ളുന്നു. അപ്പൊ ഈ വാക്യം വായിച്ചപ്പോ എൻ്റെ ഹൃദയത്തിൽ ആരെ സംസാരിക്കണം, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടും, അല്ലാത്തവർ ശിക്ഷാവിധിയിലാകപ്പെടും. അപ്പൊ ചോദിക്കാനും പറയാനും അവിടെ ആരുമില്ല. എൻ്റെ അമ്മയുണ്ട്, ഞാനും ഉണ്ട് ആ വീട്ടില്. എന്നാൽ പുസ്തകം മറിച്ച് നോക്കിയപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 16 അധ്യായം 16 വാക്യത്തിൽ ഈ വാക്യം കണ്ടു. അപ്പൊ എനിക്ക് വേദപുസ്തകം തന്ന ആ ദേവദാസൻ നിത്യതയിൽ വിശ്രമിക്കുന്നു. ഏറാട്ട കുഞ്ഞേറാച്ചൻ നിറഞ്ഞ് നമ്മുടെ വടശ്ശേരിക്കരയുടെ ഭാഗത്തുനിന്ന് മലബാറിൽ കടന്നു വന്ന് വളരെ ക്ലേശവും കഷ്ടങ്ങളും ഒക്കെ സഹിച്ച ആ കാലത്ത് സുവിശേഷം അറിയിച്ചൊരു ദേവദാസനാണ്. എന്നാല് കൃപയാല് അദ്ദേഹം പ്രാർത്ഥനയ്ക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് ചെന്ന് അവിടെ അവിടുന്ന് ചോക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് പാസ്റ്റർ പി ജി മാമിച്ചെന്ന പാസ്റ്ററാണ് എന്നെ സ്ഥാനപ്പെടുത്തിയത്. അപ്പൊ അദ്ദേഹം ഒരു വൃദ്ധസാധനം നടത്തി
നടത്തി കൊയിലാണ്ടിക്ക് അടുത്ത പുതിയ തെരുവ് എന്ന സ്ഥലത്ത് അദ്ദേഹം താമസിക്കുന്നു ഇപ്പോഴ്. അന്ന് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ അടുത്ത് പോകാനും പ്രാർത്ഥനയ്ക്ക് പോകാനൊക്കെ ഇടയായിത്തീർന്നു. അങ്ങനെ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വീട്ടില് ഭയങ്കരമായ എതിർപ്പുണ്ടാവും സ്വന്തം നാട്ടിലും ഒക്കെ, അതുകൊണ്ട് ഞാൻ മധുരയിലുള്ള ഒരു പാസ്റ്ററെ അഡ്രസ് തരാം, അവിടെ പോയി സ്നാനപ്പെട്ടാൽ മതി ഇതാണ്. അപ്പൊ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പൊ പറഞ്ഞു നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കും. എൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതിന് എൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും എൻ്റെ പിതാവും അവനോട് കൂടെ ഇരിക്കും. അതിനുശേഷം ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, അത് ഈ ലോകം തരുന്നത് പോലെയല്ല, അതുകൊണ്ട് ഒരിക്കലും ഈ ലോകത്തിൽ നിങ്ങളിൽ നിന്നുള്ള സമാധാനം എടുത്തു കളയാൻ സാധ്യമല്ല എന്നുള്ള കർത്താവിൻ്റെ വചനം തന്നു. ഞാൻ പെട്ടെന്ന് മാംസാവിനോട് പറഞ്ഞു, അച്ഛാ ഇന്ന മാതിരി വചനം കിട്ടി, അതുകൊണ്ട് സ്നാനപ്പെടണം, എനിക്ക് ഇന്ന സമയത്ത് മധുരയ്ക്ക് ജോലിയുള്ള ബന്ധത്തിൽ പോകണമെന്ന് പറഞ്ഞു. അവന് അദ്ദേഹം ഒക്കെ പറഞ്ഞു. അങ്ങനെ ചോക്കാട് പുഴയിൽ സ്നാനപ്പെട്ടു. അങ്ങനെ സ്നാനപ്പെട്ട സമയത്ത് തന്നെ ഒരു വലിയ ഫ്ലാഷ് ലൈറ്റ്, അന്ന് അതൊന്നും എനിക്ക് അറിയത്തില്ല എന്നതാണെന്നുള്ളത്, എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് ആഞ്ഞടിച്ച മാതിരി എനിക്ക് തോന്നി. ഒരു വലിയ സമാധാനം അന്ന് രാത്രി തന്നെ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, 1 മാസം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ട് പോയാൽ മതി, വചനമൊക്കെ മനസ്സിലാക്കിയിട്ട്, അല്ലാതെ എനിക്ക് ജോലിയുള്ള ബന്ധത്തിൽ പോയേ പറ്റത്തുള്ളൂ, അതുകൊണ്ട് പോകുകയാണെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി തന്നെ മധുരയ്ക്ക് പോയി ജോലികൾ പ്രവേശിച്ചു. എന്നാൽ 10ാമത്തെ ദിവസം രാത്രി എന്നോട് കർത്താവിന്റെ, അന്ന് പിന്നീട് മനസ്സിലായത് കർത്താവ് തന്നെയാണ് എന്നോട് സംസാരിച്ച് ഇന്ന് രാത്രി ഇന്ന് എഴുന്നേറ്റ് നോക്കിയാല് വലിയ ടെറസ് വീടുകളിലും ഓട് മേഞ്ഞ കെട്ടിടത്തിലും കുടിലുകളിലും കടത്തിമകളിലും മരച്ചോട്ടിലും ഒക്കെ എത്രയാണോ സമാധാനമില്ലാതെ വിശ്രമിക്കുന്നു, ഉറങ്ങുന്നു, ഇവരെ കുറിച്ച് നിനക്കൊരു ചിന്തയും ഇല്ലേ, നീ മുൻപ് എങ്ങനെയുള്ളവനായിരുന്നു എന്നൊരു ശബ്ദം കേട്ടു. അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി, കർത്താവിനെ കണ്ടെത്തുന്നതിന് മുൻപ് ഉറക്ക ഗുളിക കഴിച്ചാൽ പോലും എനിക്ക് ഉറക്കം വരത്തില്ല. എന്നാൽ ഏത് ചെറിയ അനക്കം കേട്ടാലും അറിയുകയും ചെയ്യായിരുന്നു, ഉറക്കമില്ല. എന്നാൽ കർത്താവിനെ കണ്ടതിന് ശേഷം തൻ്റെ ഭക്തന്മാർക്ക് അവൻ ഉറക്കം കൊടുക്കുന്നുണ്ട്. ഉറക്കത്തിലൊന്നും കൊടുക്കത്തില്ല. ഉറക്കത്തിൽ കർത്താവിൻ്റെ ആത്മാവ് പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽപ്പിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മൾ നടക്കേണ്ടുന്ന വഴി നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തന്ന് മഹത്വത്തിലേക്ക് കൈക്കൊള്ളും. സാക്ഷാൽ ഈശ്വരൻ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാനിരിക്കെ കൊണ്ട് അവന് യേശു എന്ന് പേരുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇമ്മാനുവേൽ, അവൻ നമ്മോട് കൂടെ, നമ്മളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. അന്ന് ജോലി രാജിവെച്ചിറങ്ങെങ്കിലും അനേക പരിഹാസങ്ങളും നിന്ദകളും എല്ലാം സഹിക്കേണ്ടി വന്നെങ്കിലും വിളിച്ച ദൈവം വിശ്വസ്തൻ എന്ന് ഇറങ്ങി തിരിച്ചത് കൊണ്ട് ദൈവം അത്ഭുതകരമായി പരിപാലിച്ചു. ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ ആദ്യം എനിക്ക് കർത്താവ് എളിയവരോട് അത് കാഴ്ചപ്പാട് ഇന്നുണ്ട്. ആദിവാസികളോടും യാചകരോടും അതുപോലെ പുറമ്പോക്കിൽ താമസിക്കുന്നവരോടും വലിയവരോടും ചെറിയവരോടും എല്ലാം സുവിശേഷം ഷെയർ ചെയ്യാൻ ഇടയായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ മരിക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി ട്രെയിനിന് തലവെച്ച് മരിക്കാനിരിക്കുക 5:30 മണിക്ക്. 5 കർത്താവ് എന്നോട് പറഞ്ഞ അവിടെ പോകണമെന്ന് പറഞ്ഞു. ചാലക്കുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് മുരിങ്ങൂർ ഒരു കുഷ്ഠരോഗ കോളനി ഉണ്ടായിരുന്നു അവിടെ. ഞാൻ കർത്താവിനോട്, കർത്താവ് തിങ്കളാഴ്ചയാണ് അവിടെ പോയതല്ലേ, എനിക്കിപ്പോ നാളെ ഫോർട്ട് കൊച്ചിയിലെ മീൻപിടുത്തക്കാരുടെ ഇടയിൽ പോയി സുവിശേഷം പറയാം, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കല്ലേ, പോകേണ്ടതല്ല. ഞാൻ എന്റെ കർത്താവിനോട് പറഞ്ഞു, ഞാനേ ഉള്ളൂ അന്ന സമയത്ത് ആ ടീമില്. അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, നീ അവിടെ തന്നെ പോകണം. അത് രണ്ടാമത് ഒരു 4 മണി സമയത്താണ് വൈകിട്ട്. അപ്പൊ ഞാൻ ഇനി ഉറക്കത്തിൽ എന്തെങ്കിലുമാണെന്ന് വിചാരിച്ച് രണ്ടാമത് പ്രാർത്ഥിച്ച കർത്താവ് ഞാൻ അവിടെ പോകാം, അല്ല നീ അവിടെ പോകണം. ഞാനവിടെ പോയി അദ്ദേഹത്തോട് സുവിശേഷം ഷെയർ ചെയ്തിരുന്നു. അവർക്ക് പിന്നെ ജാതി മതമൊന്നുമില്ല. കുഷ്ഠരോഗികൾ IAS-കാരനായാലും ഡോക്ടറായാലും ആരായിരുന്നാലും തൻ്റെ വീട് വിട്ടു പോകണം. പിന്നെ സൗഖ്യമായാലും അവരെ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കുന്ന ഒരു പ്രസ്ഥാനമില്ല. അപ്പൊ ഇതൊരു കുഷ്ഠരോഗിയുടെ മകനായിരുന്നു, രോഗമില്ല, എന്നാൽ ഒരു മകനുണ്ട്, ഭാര്യയുണ്ട്. അപ്പോൾ 5:30 സമാധാനമില്ലാത്തതിന്റെ പേരിൽ ട്രെയിനിന് ചാകാനിരിക്കുകയാണ്. അവൻ അവിടെ ചെന്ന് 50 ആ സമയത്ത് അവിടെ ചെന്ന് മാറി ഇന്ന് കരയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, മാധവ ഈ സമയത്തും യേശുക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ ഓടി വന്ന് എൻ്റെ 2 കൈയും പിടിച്ച് എന്നോട് പറഞ്ഞു, ഇപ്പൊ അച്ഛന് കർത്താവാണ് എൻ്റെ അടുക്കലേക്ക് അയച്ചത്, ഇല്ലെങ്കിൽ ഇന്ന സമയത്ത് മരിക്കാനും. പിന്നെ മാധവന്റെ മാനസാന്തര സ്നാനമൊക്കെ പെട്ടെന്നായിരുന്നു. മാധവന്റെ ഡ്രസ് എടുത്ത് ഡബിൾ മുണ്ടും ഷർട്ടും ഇട്ട് ചാലക്കുടി പുഴയില് മാധവനെ സ്നാനപ്പെടുത്താൻ ഇടയായി തീർന്നു. തമിഴനായ അക്ഷരാഭ്യാസമില്ലാത്ത മാധവൻ പിന്നീട് അക്ഷരമൊക്കെ പഠിച്ച് അനേകരോട് സുവിശേഷം പറയുവാനും. ഞാൻ പറഞ്ഞത് ഒരു ഷെഡ് കെട്ടി പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടി കിടക്കരുത്. എന്നാ മാധവൻ 3 മക്കളുടെ പിതാവാണ്. 3 മക്കൾ, ഒരാൾ MA പഠിച്ചു കഴിഞ്ഞ് കർത്താവിന്റെ വേലയും ജോലിയുള്ള ബന്ധത്തിൽ ചെന്ന്, വേറൊരാൾ BSc നഴ്സാണ്, വേറൊരു മകള് കുടുംബമായിട്ട് കർത്താവിന്റെ വേലയിൽ. അപ്പൊ മുൻപേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാനാണ് നമ്മോട് കർത്താവ്.
ഞാൻ ഇറങ്ങി തിരിച്ചു. എൻ്റെ കർത്താവ് വിശ്വസ്തനെന്ന് എണ്ണിയതുകൊണ്ട്, കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോയത് കൊണ്ട് കർത്താവിനെ നടത്തുവാൻ തക്കണിടയായി തീർന്നു. അങ്ങനെ ആദ്യം ഗോസ്ബൽ നാഷണൽ ഫെലോഷിപ്പ് ഇന്ത്യയുടെ പ്രവർത്തനത്തിലെ ആദ്യത്തെ മിഷണറി ആയിട്ട് കടന്നു വരാനും 12 വർഷക്കാല കേരളത്തിലെ 14 ജില്ലകളിലും കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് പോയി സുവിശേഷം അറിയിക്കാൻ ഇടയായി തീർന്നു. അനേക പ്രയാസങ്ങളുടെ പ്രശ്നങ്ങളുടെ മധ്യത്തിലെല്ലാം എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറിപ്പോകുന്നെങ്കിൽ എനിക്ക് അവനിൽ പ്രസാദമില്ല എന്ന് തിരുവചനത്തിലായി. കർത്താവിനെ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അതിനു മുൻപ് ആഴ്ചയിൽ 6 ദിവസം നോമ്പ് വ്രതമൊക്കെ ആയിരുന്നു. ഒരു നേരം ഞാൻ അരിയാഹാരം കഴിക്കും, പിന്നെ എന്തെങ്കിലും കഴിച്ചെങ്കിൽ കഴിക്കില്ലെങ്കിൽ കഴിക്കത്തില്ല. അങ്ങനെ ഒരു ഇതായിരുന്നു. അതുകൊണ്ട് ആകെ പ്രഷറൊന്നുമില്ല. ആഹാരത്തെക്കുറിച്ച് യാതൊരു പ്രഷറും ദൈവത്തിന്റെ കൃപയാൽ ഇല്ല. കാരണം ദൈവത്തിന്റെ ആത്മീയ ആഹാരം ഭക്ഷിച്ചാല് നന്മയും കരുണയും നമ്മെ ആയുഷ്കാലമൊക്കെ പിന്തുടരും. മാത്രമല്ല നമുക്ക് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുവാൻ തക്കണിടയായിത്തീരും. അങ്ങനെ സ്നാനപ്പെട്ട സമയത്ത് പടിയടച്ച് ഭ്രഷ്ട് കൽപ്പിച്ച് പെണ്ണുപൊത്തി പുറത്താക്കിയതിന് യാതൊരു ബന്ധവുമില്ല നമ്മൾ തമ്മിൽ. എൻ്റെ രണ്ടാമത്തെ ജ്യേഷ്ഠൻ എന്നെ മരണത്തിൽ നിന്ന് വരെ രക്ഷിച്ചത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അമ്മ പറഞ്ഞു, ഒരു ജന്മം കൊണ്ട് 2 ജന്മം ആക്കരുതെന്ന്. ഞാൻ പറഞ്ഞു, അമ്മ ഈ വീട്ടിൽ വെച്ചാണ് ഞാൻ കർത്താവിനെ കണ്ടതുകൊണ്ട് എനിക്ക് കർത്താവിന്റെ വചനം അനുസരിച്ച് ഞാൻ അങ്ങനെ പോകുന്നതാണ്. അങ്ങനെ പ്രശ്നങ്ങളുടെ ഒക്കെ മധ്യത്തിൽ കർത്താവിന് വേണ്ടി ഉറച്ചു നിന്നു. കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചുകൊണ്ട് എൻ്റെ കർത്താവ് എന്നെ സ്നേഹിച്ചു. ഞാൻ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിലുള്ള സമാധാനവും സന്തോഷവുമാണ് എന്ന് കർത്താവ് മനസ്സിലാക്കി തന്നപ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ, എന്നെ നൊന്ത് പ്രസവിച്ച് വളർത്തിയ എൻ്റെ അമ്മ, ആ അമ്മയെ എന്നോട് ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പഴങ്കാലം അടക്കി ദൈവമേതലായിട്ട് എനിക്ക് തരണമെന്ന്. ഒരു അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ്, നല്ലൊരു റിസോർട്ടില് നല്ല ആഹാരമൊക്കെ നടക്കുന്ന മീറ്റിംഗ് ആ സമയത്ത് ഉണ്ട്. ആ സമയത്ത് മീറ്റിങ്ങിൽ വെള്ളം പോലും കുടിക്കാതെ ഉപസിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനോട് ചോദിച്ച് പ്രാർത്ഥന കർത്താവ് കേട്ടു. എൻ്റെ അമ്മ 64-ാമത്തെ വയസ്സിൽ വലത് കയ്യും കാലും തളർന്ന് പാരലൈസ് വന്ന് തളർന്ന അവസ്ഥയിലായിരുന്നു. ലോകത്തിലെ വൈദ്യന്മാരെല്ലാം കൈവിട്ടു. ആയുർവേദവും ഹോമിയോവും അലോപ്പതിയും ഒക്കെ. അപ്പൊ എനിക്കൊരു കത്ത് കിട്ടി, അവസാനമായിട്ടൊന്ന് വന്ന് കണ്ടേച്ചു, നിന്റെയും എൻ്റെയും അമ്മ രോഗിയായി കിടക്കുന്നു, നീ ഒന്ന് അവസാനമായിട്ട് അമ്മയെ വന്ന് കണ്ടേച്ച് പൊക്കോണമെന്ന്. വീട്ടിൽ എനിക്ക് പെർമിഷൻ കിട്ടി. കത്ത് കിട്ടിയ സമയത്ത് ഞാനത് ആദ്യം ഞാൻ കരിക്കത്തായിരുന്നു ദൈവവചനം പഠിച്ചത്. അവിടെയുള്ള പാസ്റ്ററെ കാണിച്ചു. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ വെച്ചാൽ ഏത് വീട്ടിൽ എന്ത് വേണമെങ്കിലോ വീട്ടിൽ 2 തിങ്സ് വേണം, ആരോടും ഒന്നിനും പോകാൻ ചോദിക്കാൻ പാടില്ല, നമ്മള് മാന്യമായിട്ട് ജീവിക്കണം എന്നുള്ള രീതിയിൽ എൻ്റെ 2 ജ്യേഷ്ഠന്മാർക്ക് അമ്മയ്ക്കും വേണ്ടിയാണ് ഞാൻ ജോലിയുള്ള ബന്ധത്തിൽ ഇത്രയും നാൾ ജീവിച്ചത്. ഒരു ദോഷവും ഞാൻ ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു കത്താണ്. അതുകൊണ്ട് എൻ്റെ യാത്ര എനിക്ക് കർത്താവ് സഫലമാക്കി തരണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പം അദ്ദേഹം പ്രാർത്ഥിച്ചു വിട്ടു. ഞാൻ പോയി. അപ്പൊ ഞായറാഴ്ച രാവിലെ നിലമ്പൂർ ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങിയ സമയത്ത് ഞാൻ നേരെ പോയത് അമ്മയെ കാണാനല്ല, ആരാധനാലയത്തിലേക്കാണ് പോയത്. ആരാധനാലയത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ എന്നെ സ്നാനപ്പെടുത്തിയ പാസ്റ്റർ സൺഡേ സ്കൂൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് എൻ്റെ റിലേഷൻസും ഒക്കെ അങ്ങനെ വീട്ടിൽ എന്നെ ബാബു എന്ന് വിളിക്കും. AJ ദേവനാരായണൻ എന്നാണ് എൻ്റെ പേര്. അവർ പറഞ്ഞു, ഇങ്ങനെ ബാബു ദേവനാരായണന് മാനസിക അസ്വസ്ഥതയുണ്ടായി, അവനിങ്ങനെ ഒരു നസ്രാണിയായിട്ട് പോയി, അതുകൊണ്ട് അവനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു. വേറെ ഒന്നും അവർക്ക് കുറ്റം പറയാനില്ല. അവരുടെ മുൻപിൽ ഒരു മദ്യപാനിയായിട്ടോ പുകവലിക്കുന്നതിനായിട്ടോ ഒന്നും അവർ കണ്ടിട്ടില്ല. ചീട്ട് കളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, അതിനോട്ട് പോയിട്ടില്ല. അപ്പൊ അവര് പറഞ്ഞ് ശ്രദ്ധിക്കണം എന്നാണ് എല്ലാവർക്കും കത്ത് എഴുതുന്നത്. അപ്പൊ ഈ കത്ത് കിട്ടിയ വിവരം എന്നെ സ്ഥാനപ്പെടുത്തി മാമച്ചാവിനും അറിയാം, എനിക്കും അറിയാം. അപ്പൊ അദ്ദേഹം എന്നോട് ചോദിച്ചു, ബാബുവിന്റെ അല്ല, ഞാൻ അയച്ച കത്ത് അദ്ദേഹത്തിന് കിട്ടുന്നില്ലായിരുന്നു, അപ്പൊ ബാബുവിന് വല്ല അസ്വസ്ഥതയോ ഉണ്ടായോ എന്ന് വെച്ചു. അപ്പൊ എനിക്കിത് മനസ്സിലായതുകൊണ്ട് ഞാൻ പറഞ്ഞു, മാമച്ചാവിനും ഉള്ള അസ്വസ്ഥത തന്നെ എനിക്കുള്ളൂ. മുൻപ് ഞാൻ ആരോട് സംസാരിക്കത്തില്ലായിരുന്നു, എന്നാൽ ആവശ്യമില്ല സംസാരിക്കത്തില്ല. കർത്താവിന്റെ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചതിന് ശേഷം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ കർത്താവായ ക്രിസ്തുയേശു എന്ന ഏക നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം പറയൂ എന്നുള്ള മാത്രം, ആ അസുഖം മാത്രമേ എനിക്കുള്ളൂ. പെട്ടെന്ന് കർത്താവിന്റെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നീ എൻ്റെ ദാസനോടാണ് സംസാരിച്ചതെന്ന്. അത് ക്ഷമ. ഞാൻ പെട്ടെന്ന് പറഞ്ഞു, മാമച്ചായ, എനിക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ജ്യേഷ്ഠന്റെ സെയിം ഏജ്, 2ാമത്തെ ജ്യേഷ്ഠന്റെ സെയിം ഏജ്, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി എൻ്റെ ജ്യേഷ്ഠത്തി അമ്മയുടെ ക്ലാസ്മേറ്റ്. അപ്പൊ അവരൊക്കെ കൈവിട്ടപ്പോഴും എന്നെ അങ്ങേയറ്റം സ്നേഹിക്കുന്ന ഒരു കുടുംബത്തെയാണ് എൻ്റെ കർത്താവ് എനിക്ക് നൽകി തന്നത്. ഇന്ന് ഞങ്ങള് ക്രിസ്തുവിൽ ഉത്തമ സുഹൃത്ത്, എന്താ പറയണ്ടേ, ജ്യേഷ്ഠനും അനുജനും എന്നുള്ള ആ സ്നേഹബന്ധത്തിൽ ഇന്നും ഞങ്ങൾ ജീവിക്കുന്നത്.
കാരണം ദൈവസ്നേഹം എന്നേക്കുള്ള അത് നിറം മങ്ങിപ്പോകുന്നില്ല. ഞാൻ എന്നോട് ചിലർ അനുഭവത്തോടനുബന്ധിച്ച ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. ചില മാസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചു, ബാബു പോയതുപോലെ കർത്താവ് വീണ്ടും വരുമോ, കർത്താവിന് പ്രായമായിട്ടില്ലേ എന്ന് വെച്ചു. അപ്പൊ അവർക്കൊരു സംശയം. അപ്പൊ ഞാൻ പറഞ്ഞു, നസറായനായ യേശുക്രിസ്തു തിരുവെഴുത്തുകളും പ്രകാരം ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം ജീവനോട് ഉയർത്തെഴുന്നേറ്റത് മാനുഷിക മർത്യ ശരീരത്തിലല്ല, അവസാന തുള്ളി ചോരോരെയും കാൽവരി ക്രൂശിൽ ഊറ്റി തന്ന് മരിച്ചടക്കപ്പെട്ടു. അവന്റെ ശബത്ത് നാളിൽ ഡെഡ് ബോഡി ക്രൂശിന്മേൽ ഇരിക്കരുത് എന്നുള്ള അലിഖിത നിയമപ്രകാരം ക്രൂശിന്മേൽ നിന്ന് ഇറക്കാൻ വേണ്ടി വന്ന സമയത്ത് ശതാധിപൻ കർത്താവിന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരുന്നു. ആ ശതാധിപൻ കർത്താവ് വിശ്വസിക്കാനിടയായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, യേശുക്രിസ്തു തേജസ്സേറിയ ശരീരം പ്രാപിച്ച് കർത്താവിന്റെ പരിശുദ്ധാത്മ നിറവിൽ ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് അവന് ജരാനരകളില്ല, അവന്റെ വസ്ത്രം മുഷിഞ്ഞു പോയിട്ടില്ല, പോയതുപോലെ വീണ്ടും വന്ന് തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർത്ത് കൊള്ളുവാൻ കണ്ണിടയായത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ കൃപയാല് അന്നത്തെ യാത്ര ആരാധന കഴിഞ്ഞ വീഴ്ഭാഗത്തിൽ ചെന്ന് ഏറിയൂന്ന് ചെലവഴിച്ചിട്ട് സൗഖ്യം വരാതിരുന്ന രക്തസ്രവക്കാർത്തിയായ സ്ത്രീയുടെ കാര്യം എൻ്റെ അമ്മയോട് ഞാനും എൻ്റെ പ്രധാനപ്പെട്ട പാസ്റ്ററോട് ഉണ്ടായിരുന്നു കൂടെ ഞാൻ ഷെയർ ചെയ്തു. അതിനുശേഷം അമ്മയോട് പറഞ്ഞു, വിശ്വസിച്ചാൽ രോഗസൗഖ്യം എഴുന്നേറ്റ് നടക്കും, നിത്യതയിൽ നമ്മൾ ഒന്നിച്ച് കാണപ്പെടും. ഇല്ലെങ്കിൽ അമ്മയ്ക്ക് ഇവിടെ കിടക്കാം, എൻ്റെ ജ്യേഷ്ഠന്മാർ നോക്കിയെടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നിത്യതയിൽ നമ്മൾ രണ്ട് തട്ടിലായിരിക്കും. എന്നാൽ യേശുക്രിസ്തു അമ്മയെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ഈ സമയത്ത് ഞാനിവിടെ വരാനൊക്കെ ഇടയായി തീർന്നത്. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അമ്മയുടെ ഹൃദയത്തെ തുറന്നു. നമ്മൾ യേശുക്രിസ്തു ദൈവപുത്രനെന്ന് വിശ്വസിക്കുവാനും തന്റെ നാവ് കൊണ്ട് യേശുക്രിസ്തുവിനെ രക്ഷിതാവും ദൈവമായി ഏറ്റുപറയാൻ ഇടയായി തീർന്നു. ആ സ്പോട്ടിൽ പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി എൻ്റെ കർത്താവ് അമ്മയെ എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അങ്ങനെ അതിനുശേഷം ഞാൻ അവിടുന്ന് പോന്നു. പിന്നീട് കർത്താവിന്റെ വേലയോട് അനുബന്ധിച്ചായിരുന്നു. തുടർന്ന് ഡൽഹി ഹരിയാനയിലെ ഗ്രേസ് ബൈബിൾ കോളേജിലെ പഠനത്തിനായിട്ട് കടന്നുപോയ സമയത്ത് എപ്പോഴും ഉപവാസം പ്രാർത്ഥനയുണ്ടായിരുന്നു. ഒരിക്കൽ 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ കർത്താവ് എന്നോട് ചോദിച്ചു, ഇന്ന് രാത്രി നിന്റെ അമ്മ മരിച്ചാൽ നീ എന്ത് ചെയ്യുമെന്ന് വെച്ചു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഞാൻ എന്ത് ചെയ്യാനാ, ഡെഡ് ബോഡി പോലും എനിക്ക് കാണാൻ കിട്ടത്തില്ല, ഞാൻ എൻ്റെ മകനായി എൻ്റെ വഴിയിൽ കൂടെ വന്നത് കൊണ്ട്. പിന്നെ 3 ദിവസത്തെ വഴി ദൂരമുണ്ട്, അവർ എനിക്ക് വേണ്ടി കാത്തിരിക്കത്തില്ല. അപ്പൊ കർത്താവ് പറഞ്ഞു, നീ കടന്നു ചെന്ന് ശുശ്രൂഷിക്കണമെന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ കർത്താവിനോട് പറയാം. ഞാൻ ചോദിച്ചു, കർത്താവെ, എൻ്റെ 27 വയസ്സ് വരെ എൻ്റെ അമ്മ, എൻ്റെ ജ്യേഷ്ഠന്മാരെ കുടുംബം, അവർക്ക് വേണ്ടിയാണ് ജോലി ചെയ്ത് കിട്ടിയതെല്ലാം കൊടുത്തത്. എൻ്റെ കുടുംബത്തിൽ എല്ലാവർക്കും, അവർക്ക് എന്ത് പ്രയാസമാണെങ്കിലും ഞാൻ അറിയായിരുന്നു. അവിടെ ചെന്ന് ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും ക്രമീകരിച്ചു വരുന്നു. അങ്ങനെ ജീവിച്ചതല്ലേ. പിന്നെ അമ്മയ്ക്ക് അമ്മയുടെ ഓൺ ബ്രദേഴ്സ് 4 പേര്, ഓൺ സിസ്റ്റേഴ്സ് 3 പേര്, എല്ലാം എൻ്റെ പപ്പായ ജോലി വാങ്ങിച്ചു കൊടുത്ത്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും ആൾക്കാരും ഒക്കെ ഇല്ലേ, എൻ്റെ 2 ജ്യേഷ്ഠന്മാർ എന്നെക്കാളും മിടുക്കന്മാരില്ലേ, അപ്പൊ അവര് നോക്കില്ലെന്ന് വെച്ച സമയത്ത് കർത്താവ് ക്രൂശിൽ കിടക്കുന്ന രംഗമാണ് എൻ്റെ കൺമുൻപിൽ കാണിച്ചു തന്നത്. തന്നെ പ്രസവിച്ച അമ്മ തൻ്റെ അടുക്കൽ നിൽക്കുന്നു. ഏറ്റവും സ്നേഹിച്ച സ്നേഹിതനായ യോഹന്നാൻ കർത്താവിന്റെ ക്രൂശിനരികെ നിൽക്കുന്നു. കർത്താവ് യോഹന്നാനോട് പറഞ്ഞു, സ്നേഹിത, ഇതാ നിന്റെ മകൻ. സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. സ്നേഹിതനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അന്ന് മുതൽ അവൻ അവളെ വീട്ടിൽ കൈക്കൊണ്ടു എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തി. നീ ഇത് പ്രകാരം മറ്റുള്ളവരെ ഈ വചനം പഠിപ്പിച്ച് മറ്റുള്ളവരെ വചനത്തിൽ വളർത്തണം, നീ വചനപ്രകാരം ജീവിക്കണം, അതിനാണ് ഞാൻ നിന്നെ വിളിച്ചത്. അപ്പൊ എനിക്ക് വിളിച്ചത് എൻ്റെ കർത്താവ് തന്നെയാണെന്നുള്ളത് പിന്നെയും മനസ്സിലായി. അന്ന് പാസ്റ്റർ ജോയി കൊളക്കടയാണ് അവിടുത്തെ ഡീൻ. ഇന്ന് അദ്ദേഹം നിത്യതയിൽ വിശ്രമിക്കുന്നു. ഞങ്ങളുടെ നിലമ്പൂർ സെൻട്രൽ പാസ്റ്ററായിരുന്ന VG ജോർജ് ചാന്റെ, IPC സെൻട്രൽ പാസ്റ്ററായിരുന്ന VG ജോർജ് ചാന്റെ മൂത്തമകള് മേരിക്കുട്ടിയുടെ ഹസ്ബൻഡായിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെ എന്ത് വേണേലും ഞങ്ങളുടെ സ്റ്റാഫുകൾ താമസിക്കുന്ന റൂമിൽ തന്നെ താമസിക്കാം, ദാവൂദ് ദേവനാരായണൻ പോകരുത് എന്നാണ്. അപ്പൊ വേറൊരു പാസ്റ്റർ മകൻ പറഞ്ഞത് സാത്താനാണ് കൊണ്ടുവരുന്നത്. അമ്മ ആ സമയത്ത് ഇത് പ്രാർത്ഥിപ്പിൻ മാസികയിലും വേറെ 1-2 മാസികകളിലും എൻ്റെ അനുഭവ സാക്ഷ്യം വന്നിരുന്നു. അത് അവർ മേശപ്പുറത്തുണ്ടായിരുന്നു. ഞാൻ എന്നോട് പറഞ്ഞു, എൻ്റെ അനുഭവം മേശപ്പുറത്ത് കിടക്കുന്നതാണ്, അത് വായിച്ചാൽ അറിയാം. കർത്താവ് പറഞ്ഞതനുസരിച്ചില്ലേ. പിന്നീട് കർത്താവ് എന്നോട്
ഒന്നും സംസാരിക്കത്തില്ല. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത് എനിക്ക് അനുസരിച്ചേ പറ്റൂ. സ്വന്തം മാതാപിതാക്കന്മാരുടെ അവരുടെ വാർദ്ധക്യത്തിൽ അവരെ ആശ്വസിപ്പിക്കുകയും അവരെ ശുശ്രൂഷിക്കുകയും ചെയ്യണം എന്നുള്ള കർത്താവിന്റെ പരിശുദ്ധാത്മാവല്ലാതെ വേറെ ആരും പ്രബോധിപ്പിക്കത്തില്ലെന്ന്. അങ്ങനെ അവിടുന്ന് കടന്നു വന്നു. നിലമ്പൂരിന്റെ ഭാഗത്തുനിന്ന് എൻ്റെ അമ്മയെ പെരുമ്പാവിന്റെ ഭാഗത്ത് കൊണ്ടുവരുവാനും തികഞ്ഞ ദൈവസ്നേഹത്തിൽ അമ്മയെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം തന്നു. 1983 സെപ്റ്റംബർ 11 പറഞ്ഞു, എനിക്ക് രാത്രി 3 ദിവസം കൂടെ ഉള്ളൂ, കർത്താവും കർത്താവിന്റെ ദൂതന്മാരും എന്നെ വിളിക്കുന്നുണ്ട്, എനിക്ക് പോകാറായിട്ടുണ്ട്. അതേമാതിരി സെപ്റ്റംബർ 13 ദേവദാസന്റെ പേര് ഞാൻ പറയുന്നില്ല, ഞങ്ങൾ ഒരുമിച്ച് ഞാൻ റെഡിയാക്കിയ ആഹാരം വലിയ രുചിയൊന്നുമില്ല, എനിക്ക് അങ്ങനെ ആഹാരം റെഡിയാക്കാനൊന്നും അറിയത്തില്ല. എന്നാലും ഞങ്ങൾ 3 പേരും കൂടെ ഇന്ന് കഴിച്ചപ്പോഴും അദ്ദേഹം എന്നോട് ചോദിച്ചു, ബാബു എന്തെന്ന് വെച്ചു. അപ്പൊ എങ്ങനെ ഈ പ്രായമുള്ള അമ്മയും കൊണ്ട് അമ്മയെ നോക്കിയിട്ട് സുവിശേഷ വേല ചെയ്യാൻ പറ്റുമെന്ന് വെച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, 3-ൽ ഒരു കാര്യം നടത്തി തരാൻ എൻ്റെ കർത്താവ് വിശ്വസ്തനാണെന്ന്. അപ്പൊ അതെന്താന്ന് വെച്ചാൽ വിശ്വാസത്തിൽ വന്നപ്പോ 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 3-ൽ-1 എന്ന് പറഞ്ഞാൽ, ഒന്നുകിൽ ഞാൻ ശുശ്രൂഷ ചെയ്ത് വിഷമിച്ച് ബുദ്ധിമുട്ടിയെങ്കിൽ എൻ്റെ കർത്താവിന്റെ സന്നിധിയിലേക്ക് എന്നെ അങ്ങോട്ട് വിളിക്കുമെന്നാണ്. അതല്ല എങ്കിൽ എൻ്റെ അമ്മയുടെ കാര്യം എൻ്റെ കർത്താവ് നോക്കും. അതും അല്ലെങ്കിൽ എൻ്റെ കർത്താവ് വരും, ഞങ്ങൾ 2 പേരും കർത്താവിന്റെ സന്നിധിയിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹത്തിന്റെ രക്ഷിക്കപ്പെടാത്ത അമ്മായിയമ്മയും വിളിച്ചുകൊണ്ട് എൻ്റെ അമ്മയെ കാണാൻ എടുത്ത സമയത്താണ് രാവിലെ 8:30 മണിക്ക് എൻ്റെ അമ്മ ഹല്ലേലൂയ സ്തോത്രം പറഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് മകനെ ദൈവം തന്നെ അനുഗ്രഹിക്കും എന്നൊക്കെ പറഞ്ഞ് എല്ലാം എന്നോട് ക്ഷമിക്കണം എന്നാണ്. അപ്പൊ എന്താന്ന് വിചാരിച്ചാൽ അമ്മയുടെ കുടുംബസ്വത്ത് എനിക്കൊന്നുമില്ല, എൻ്റെ ഷെയർ ഒന്നും തന്നിട്ടില്ല, എല്ലാം രണ്ടാമത്തെ ജ്യേഷ്ഠന് കയ്യിലെടുത്തായിരുന്നു. കേസ് കൊടുത്ത് വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവ് എവിടെയും കേസിന് പോയിട്ടില്ല, അതുകൊണ്ട് ഇതൊക്കെ തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ വിശ്വസ്തയോട് വചനപ്രകാരം ജീവിച്ചാൽ നിത്യതയിൽ കാണപ്പെടും. കൊല്ലത്ത് ഞങ്ങളുടെ നാട്ടിലുള്ള ശൈലിയാണ്, കൊല്ലത്ത് മുങ്ങിയച്ച് കോഴിക്കോട് മുങ്ങിയാൽ നീ ആരാണെന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ മനസ്സിലാകും. അതുകൊണ്ട് നമ്മൾ എവിടെ വെച്ച് കണ്ടാലും സഹോദരന്മാരല്ലേ. റോഡിലൊരു ഷീറ്റ് വിളിച്ചിട്ട് കിടക്കണല്ലേ, വഴി കൂടെ പോകുമ്പോൾ കണ്ടറിയാലോ, കയറി വരണം, എന്താ വന്നതെന്ന് ഞാൻ ഒരിക്കലും ചോദിക്കത്തില്ലെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി. എൻ്റെ കർത്താവിനെ കൈവിട്ടില്ല. അമ്മ തികഞ്ഞ പ്രത്യാശയോടെ നിത്യത്തിലേക്ക് കടന്നുപോയി. അവസാന സമയം ഒരു ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം തന്നു. പെരുമ്പാവൂർ ശാരൻ ഫെലോഷിപ്പ് സെമിട്രിയിൽ നിന്നും അവിടെ പാസ്റ്റർ എബ്രഹാം ജോസഫ്, ഞങ്ങൾ സ്നേഹർ വിളിക്കുന്ന ബാബുച്ചാനാണ് അവിടുത്തെ പാസ്റ്റർ. വർഷങ്ങളായിട്ട് 10-43 വർഷത്തിലധികമായി. അവിടെ സെമിട്രിയിൽ ആദ്യത്തെ ശവമടക്കം എൻ്റെ അമ്മയുടേതായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന്റെ പിതാവ് നിത്യതയിൽ ചേർക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ. അതിനുശേഷം ദൈവാലോചന പ്രകാരം വിവാഹം വന്നു. അപ്പോൾ ഒരു പാസ്റ്റർ 2 വിശ്വാസികളെ, പാസ്റ്റർ ജോഷിക്കുട്ടിയാണ് എറണാകുളത്തുള്ള, വിവാഹം ആലോചിച്ചത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ അനുഭവമൊക്കെ പറഞ്ഞു. എൻ്റെ അമ്മ വിശ്വാസി വന്നൊരു, അപ്പൊ എൻ്റെ ഭാര്യ വീട്ട് കർത്താക്കന്മാർ കുടുംബത്തിൽ നിന്ന് വിശ്വാസി വന്നതായിരുന്നു. അനേക കഷ്ടങ്ങളും നിന്നകളും അവിടെ ഒന്നും ആ സമയത്ത് CSIക്കാർ പോലും ഇല്ല എൻ്റെ ഭാര്യ വീടിൻ്റെ അടുത്ത്. അപ്പൊ അങ്ങനെ അനേകർ നിന്ദിച്ച് വിശ്വാസി വന്ന സമയത്ത് അവിടെ ആ വീട്ടിലെ ഇളയ സഹോദരിയാണ് ഞാൻ കാണാൻ പോയത്. എൻ്റെ അനുഭവമൊക്കെ പറഞ്ഞിച്ച് പോന്നു. അവിടുന്ന് വന്ന സമയത്ത് ഇവിടെ എറണാകുളത്തെ പാരിസ് ജംഗ്ഷനില് ഇന്ന് ബ്രദർ TS തോമസ് അവിടെ ഉണ്ട്, കടവന്തറ ശാരോണി കൊടുത്ത ഒരു മെമ്പറാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ വിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് രാവിലെ 4:30 മണിക്ക് പ്രാർത്ഥിച്ച് ബെഡേ കയറി കിടന്ന സമയത്ത് എൻ്റെ കർത്താവിന്റെ കരം എന്നെ പിടിച്ചു പറഞ്ഞു, ഈ കാര്യം നടക്കുന്നു, പക്ഷെ 27-ാം തീയതി നടക്കുമെന്ന്. ഒക്ടോബർ 1 രാവിലെ. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നാം നടക്കേണ്ടുന്ന വഴി നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച ആലോചന പറഞ്ഞു തന്ന മഹത്വത്തിലേക്ക് വഴി നടത്തുന്ന കർത്താവിനെ നാം ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്. നമുക്ക് വേണ്ടി മറുവിലയായി തന്നവന്, അവനിൽ സകലവും ഉണ്ട്. ഞാനൊരു വിവാഹ ജീവിതം പോലെ ആഗ്രഹിച്ച പാർട്ടിയല്ല, പക്ഷേ എഫേസ്യ ലേഖനം പഠിച്ചപ്പോഴാണ് ഒരുവൻ അധ്യക്ഷ സ്ഥാനം കാക്ഷിക്കുന്നെങ്കിൽ ഏക ഭാര്യയുടെ ഭർത്താവും മക്കളെ പരിപൂർണ ഗൗരവത്തിൽ പരിപാലിക്കുന്നതിനും ഒക്കെ ആകണം. അപ്പൊ തെറ്റ് കണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നത്. ഒന്നും ചെയ്യത്തില്ല, പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാമോ എന്നുള്ള ഞാൻ മുഖത്ത് നോക്കി ചോദിക്കും. നമ്മൾ ദൈവമക്കളല്ലേ, നമുക്ക് എല്ലാ കാര്യം തന്നെ മാതിരിയല്ല ചെയ്യേണ്ടതെന്നുള്ള ഞാൻ ചോദിക്കാറ്. ഞാൻ കർത്താവിനോട്, കർത്താവെ എൻ്റെ സ്വഭാവം അറിയുന്ന, എന്നെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു പെൺകുട്ടിയെ എനിക്ക് തക്കതുണയായി തരണം, അല്ലെങ്കിൽ എനിക്ക് വേണ്ട എന്ന്. കർത്താവിന്റെ അത്യന്ത കൃപയാല് 15-ാം തീയതി എൻഗേജ്മെന്റ്, ഒക്ടോബർ 27-ന് കീഴിലെ ശാരൻ ഫെലോഷിപ്പ് ചർച്ചിലാണ്. അവിടുത്തെ പാസ്റ്റർ PM ജോൺ ആയിരുന്നു. ഇന്ന് അദ്ദേഹം അതിസഹജമായ രോഗങ്ങളാൽ ഇവിടെ ഉണ്ട്, മന്നമരുന്ന സ്ഥലത്ത് ഭവനത്തിൽ വിശ്രമിക്കുന്നു. അപ്പൊ അവിടെ വെച്ച് വിവാഹം നടന്നു.
അങ്ങനെ കൃപയാൽ 34.5 വർഷം ഞങ്ങൾ ഒന്നിച്ച് കർത്താവിന്റെ വേലയിലുണ്ടായിരുന്നു. തലമുറയെ തരത്തില്ലായിരുന്നു. ശത്രു വളരെ പറഞ്ഞത്. എനിക്ക് ഒരു ആന്റി അനുഭവസാക്ഷ്യം പ്രസ്താവിച്ച് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ആദ്യത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയ സമയത്ത് പെരുമ്പാവൂരാണ്. അപ്പൊ ഡോക്ടർ ഇന്ദിരാദേവി പറഞ്ഞു എന്തെങ്കിലും അംഗവൈകല്യം ഉണ്ടാവും, ഈ കുഞ്ഞിനെ വേണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അടുത്ത വഴി ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞ വർഷം വരെ ഡോക്ടർ ജീവിച്ചിട്ടുണ്ടായിരുന്നു, അന്വേഷിച്ചായിരുന്നു. ഞങ്ങൾ പോയി കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഞങ്ങൾ ആ കൂട്ടത്തിലുള്ള എല്ലാം പ്രാർത്ഥിക്കുന്നവരാണെന്ന്. കർത്താവിനോട്, കർത്താവെ നീ എനിക്ക് തലമുറയെ തന്നാല് കർത്താവിന്റെ വേലയ്ക്കായിട്ട് ഞാൻ നൽകിയിരിക്കുന്നതാണ്. അങ്ങനെ 8 മാസവും ഒരാഴ്ചയോളം പൂർണ്ണ ആരോഗ്യവതിയായിട്ട് ഒരു പെൺകുഞ്ഞിനെ ദൈവം ഞങ്ങൾക്ക് തന്നു. ഫേബ എന്നാണ് പേര്. കൃപയാല് അവൾ ദൈവവചനം പഠിച്ച്, ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, മോളെ നഴ്സിംഗ് പഠിച്ച നല്ലതാണ്, കർത്താവിന്റെ വേലയൊക്കെ ചെയ്യാന്നാണ്. ഇല്ലോ അപ്പൊ ഞാൻ ദൈവവചനം പഠിച്ചോളാം, കർത്താവിന്റെ വേല ചെയ്യാന്നാണ്. അവൻ ഞങ്ങളുടെ കൂടെ തന്നെ വളർന്നത്, എല്ലാ കഷ്ടവും നഷ്ടവും എല്ലാം മനസ്സിലാക്കി. അപ്പൊ അങ്ങനെ BA ലിറ്ററേച്ചർ BD പഠിച്ചു. കർത്താവിന്റെ വേലയിൽ കുടുംബമായിട്ട് പാസ്റ്റർ സാൻഡി മാത്യു ഇന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുടുംബമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്നു. അതുപോലെ രണ്ടാമത് പ്രഗ്നന്റ് ആയപ്പോൾ ഞങ്ങൾ തൃശ്ശൂരാണ്, ആൽപ്പാറയ്ക്ക് അടുത്ത് താമസിച്ചുകൊണ്ടിരുന്നു കർത്താവിന്റെ വേലയോടനുബന്ധിച്ച്. അപ്പോഴ് ബീച്ചിൽ കാണിച്ചു ഡോക്ടർ പറഞ്ഞു, കുഞ്ഞ് വിലങ്ങനെ കിടക്കുകയാണ്, അതുകൊണ്ട് അമ്മയ്ക്കും കുഞ്ഞിനും മരണം നിശ്ചയമാണ്, അപകടമാണ് എന്ന്. അപ്പൊ ശങ്കരാചാര്യര് പോലും പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പറഞ്ഞിരിക്കുന്ന അമ്മയും കുഞ്ഞു മരിച്ചു പോകുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കുന്നവരാണ്, ഞങ്ങൾക്ക് ആ കുഞ്ഞിനെ വേണമെന്ന്. സഭാവ്യത്യാസമുള്ള രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ശാരവരുന്ന IPC എന്ന ചർച്ചയോടൊന്നും ഒരു വ്യത്യാസമില്ല. എനിക്ക് എല്ലാവരും സഭയെ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ ഒന്നെന്നുള്ള ഒരു പോളിസി അന്നും അത് ഇന്നും അതെ. നമ്മൾ വചനപ്രകാരം ജീവിച്ചാലും നിത്യതയെ പോകത്തുള്ളൂ. എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടിവരുത്തുന്നു. അപ്പം നമ്മളെല്ലാവരും കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ വിശുദ്ധന്മാരാ. നമ്മൾ നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കണം. നമ്മുടെ ഭവനത്തിൽ വിശ്വസ്തയോടെ നമ്മൾ പെരുമാറണം. നിഷ്കളങ്ക ഹൃദയത്തോടെ നമ്മുടെ ഭവനത്തിൽ പെരുമാറണം. എപ്പോൾ നീ എൻ്റെ അടുക്കൽ വരും എന്നാ സങ്കീർത്തനക്കാരൻ ചോദിച്ചത്. അപ്പം നമുക്ക് പാടുവാനുള്ള ദൈവത്തിന്റെ ദയ, ദൈവത്തിന്റെ ന്യായത്തെ കുറിച്ച്. യഹോവേ ഞാൻ നിനക്ക് കീർത്തനം ചെയ്യുന്നു. അങ്ങനെ രണ്ടാമത് ഒരു മകനെയാണ് ദൈവം തന്നത്. 2 നോർമൽ ഡെലിവറി ആയിരുന്നു. 5 രൂപ പോലും മരുന്നിന് കൊടുക്കേണ്ടി വന്നിട്ടില്ല. ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം പരിപൂർണ്ണ സൗഖ്യത്തോട്. രണ്ടാമത്തെ വന്ന് 3-ാമത്തെ ദിവസം പ്രഷർ കൂടിയിട്ട് പോകേണ്ടതായിരുന്നു. പക്ഷെ ദൈവം അവിടെയും വിടുവിച്ചു. ഞങ്ങളുടെ റിലേഷനായിരുന്നു സുശീലൻ ഭർത്താവ് എന്ന് പറഞ്ഞ് നാലാരിക്കുളം വാണിവിലാസ് ഹോസ്പിറ്റലില്. അപ്പൊ അദ്ദേഹം എപ്പോഴും പറയും, നിങ്ങൾ പേസ്റ്റുകാരുടെ, അദ്ദേഹം അങ്ങനെ പറയുന്നത്, പേസ്റ്റുകാരുടെ ആ ഒരുമിച്ചുള്ള പ്രാർത്ഥന, ഒരുമിച്ചുള്ള അപേക്ഷ കൊണ്ടാണ്, അല്ലാതെ എൻ്റെ കൈപ്പുണ്യം കൊണ്ടല്ല ഈ 2 കുഞ്ഞുങ്ങളെ കിട്ടിയതെന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പൊ ഈ പ്രഷർ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് അദ്ദേഹം ഹോസ്പിറ്റലിൽ പൂട്ടി ഇറങ്ങാൻ നേരത്തെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ കാറിൽ പോയി വന്ന് വേണ്ട ചികിത്സ ചെയ്തു. എന്തായാലും ദൈവം പ്രവർത്തിച്ചു. അതേ സമയത്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഇതേമാതിരി ഒരു പ്രസവിച്ച അമ്മ മരിച്ചു പോകാനിടയായത്. അതങ്ങനെ പല അപകടങ്ങളിൽ നിന്ന്, അനർത്ഥങ്ങളിൽ നിന്നെല്ലാം കർത്താവ് വിടുവിച്ചു. ആ കുഞ്ഞിന് ദൈവവചനം പഠിച്ചു. അവന്റെ അനുഭവത്തിൽ കൂടി തന്നെ കർത്താവിന്റെ വിലയ്ക്ക് ഇറങ്ങുവാൻ തക്ക ഇടയായി തീർന്നു. പ്രൈസ് കർത്താവ്. അങ്ങനെ 2 കുഞ്ഞുങ്ങൾ കർത്താവിന്റെ പ്രദേശത്ത് അധ്വാനിക്കുന്നു. എൻ്റെ ഭാര്യയും ഞാനും. എനിക്ക് അതായത് ഒരു പാട്ട് പാടുകയാണെന്ന് വിചാരിച്ചാൽ നമ്മളൊരു പാട്ട് പാടാന്ന് വിചാരിക്കുമ്പോൾ അതായിരിക്കും അവിടുന്ന് പറയുന്നത്. നമ്മൾ ഇന്ന കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ അത് തന്നെയായിരിക്കും അവിടുന്ന് ഇങ്ങോട്ട് പറയുന്നത്. അത്രയും ഐക്യതയിൽ ജീവിപ്പാൻ ദൈവം തെരഞ്ഞെടുത്ത് തന്നതായിരുന്നു. അപ്പൊ കൃപയാല് ഞങ്ങൾ ഒന്നിച്ച് കർത്താവിന്റെ വൽപ്രദേശത്ത് അധ്വാനിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. തൻ്റെ 54-ാമത്തെ വയസ്സിൽ ഈ ബ്ലഡ് പമ്പ് ചെയ്യുന്ന പൈപ്പ് ഹാർട്ടിലേക്ക് ചെറുതായിരുന്നു. അത് കണ്ടുപിടിച്ചത് 2016-ലാണ്. പ്രത്യേകിച്ച് മരുന്നൊന്നും ഇല്ലായിരുന്നു. അന്നേ പോകുമെന്ന് പറഞ്ഞ് പൊയ്യാനിൽ പെണ്ണൂർ ഹോസ്പിറ്റലിൽ വെച്ച് ചെക്കപ്പിന് പോയ സമയത്ത് പെട്ടെന്ന് സുഖമില്ലാത്തതുകൊണ്ട് അവിടെ കൊണ്ടുപോയത്. അത് പറഞ്ഞു ഒന്നും പറ്റത്തില്ലെന്ന്. പെട്ടെന്ന് വരുമ്പോൾ മകനെ വിളിച്ചു. മകനെ ബഹ്റിന് വന്നാൽ സുശേഷത്തിന് പോയതായിരുന്നു. പെട്ടെന്ന് അവൻ നോക്കിയിട്ട് പരിമല മധുപൗരസ്റ്റാൻഡി എന്നൊരു ഡോക്ടറുടെ കാർഡിയോളജിസ്റ്റ് അവിടെ കൊണ്ടുപോയി കാണിച്ചു. 2018 3-ാമത്തെ അറ്റാക്ക് വരുന്നതിന് മുൻപേ പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഒരു സമാധാനമായി, എനിക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട്, കർത്താവ് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞ് മമ്മി അങ്ങോട്ട് വന്നാൽ മതി എന്നാണ്. അതെനിക്ക് പറ്റത്തില്ലെന്നാണ്. എന്തായാലും ഉച്ചയ്ക്ക് ആഹാരം കഴിഞ്ഞ് ചായയും കുടിച്ച് മകന്റെ ചർച്ചിലെ ഒരു 38 വയസ്സുള്ള ഒരു സഹോദരൻ വിവാഹം നടക്കാതെ ഒത്തിരി ആലോചിക്കാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അദ്ദേഹത്തിന് വിവാഹം വന്നു പാലക്കാട് നിന്ന്. അപ്പൊ ദൈവം ഇതെല്ലാം ഇഷ്ടം, എൻ്റെ മകൻ വിവാഹം നടത്തണം, ഞാൻ ആശീർവാദ പ്രാർത്ഥന നടത്തണം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ചെക്കപ്പിന് പോയിട്ട് മകൻ താമസിച്ചിരുന്നത് കല്ലുമലയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ആ വീട്ടിൽ താമസിക്കാൻ തക്ക ഇടയായി തീർന്നു. അങ്ങനെ ചൊവ്വാഴ്ച വൈകിട്ട് അറ്റാക്ക് ഉണ്ടായി.
ചൊവ്വാഴ്ച വൈകിട്ട് അറ്റാക്ക് ഉണ്ടായി. ഞങ്ങൾ പെട്ടെന്ന് കുളിക്കാൻ പോയപ്പോഴാ ആളിനെ കാണുന്നില്ല. ഞാൻ ചെന്ന് ചുമര ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്നുണ്ട്. എന്താ മമ്മി കുളിക്കണ്ടേ, നമുക്ക് പ്രാർത്ഥനയ്ക്ക് പോകണ്ടേ വിനുവിന്റെ വീട്ടിലെന്ന് വെച്ചപ്പോൾ എന്നെ ഒന്ന് പിടിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴീ അറ്റാക്ക് വന്ന കാര്യമൊന്നും എനിക്ക് അറിയുന്നില്ല, മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് പിടിച്ച് എന്നെ ഒന്ന് കുളിപ്പിക്കണം എന്ന് കുളിപ്പിച്ചു. നൈറ്റിയൊക്കെ അടിയിപ്പിച്ച് എടുക്കാൻ നോക്കി കൈത്താങ് കൊടുത്തപ്പോൾ എഴുന്നേക്കാൻ പറ്റുന്നില്ല. ഇടത് കയ്യും കാല് തളർന്നു പോയി. പെട്ടെന്ന് മോനെ വിളിച്ചു. മോനും കുഞ്ഞും വന്ന് ഞങ്ങൾ മൂന്നും കൂടെ എടുത്തോണ്ട് പോയി ബെഡേ കടത്തി. അപ്പൊ ഈ ഫിസിയോതെറാപ്പി ചെയ്യുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇടത്തെ കാലം മടക്കി എടുക്കുകയൊക്കെ ചെയ്തിട്ട് 2-3 തട്ടും 2-3 പിച്ച് പ്രാർത്ഥനയോട് കൂടെ ചെയ്ത് 2-3 പിച്ചൊക്കെ കൊടുത്തപ്പോൾ പെട്ടെന്ന് പറഞ്ഞു, അയ്യോ എന്നെ പിച്ചല്ല, എനിക്ക് കാല് വേദനിക്കുന്ന ആളെ എഴുന്നേറ്റിട്ട് ഒന്ന് വോമിറ്റ് ചെയ്തു. അപ്പൊ പെട്ടെന്ന് ഞാൻ പറഞ്ഞു, പപ്പ വേറൊരു പാസ്റ്ററെ ഞാൻ ഏർപ്പാട് ചെയ്തോളാം, നമുക്ക് മമ്മിയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകും. നടന്നു, കാർ കയറി നടന്നു വന്നു. ആദ്യശ്രീ കണ്ടവരെ BSN ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പൊ അവിടെ കാർഡിയോളജിസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് പരിമലയ്ക്ക് തന്നെ കൊണ്ടുപോകണമെന്ന് അവിടെ ചെന്ന് CT സ്കാൻ ടെസ്റ്റ് ചെയ്തു. അവസാനം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു. MRI സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ കുഴപ്പമില്ല പറഞ്ഞു. കൊണ്ടുപോകുന്ന സമയത്ത് ഒരു തലവേദന എന്നാണ് കാറിൽ പ്രാർത്ഥിക്കാൻ തന്നെ MRI സ്കാൻ ചെയ്ത്. അപ്പൊ 3.5 ലക്ഷം രൂപ മുടക്കിയ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്കൊന്നും പറയാം, ഗ്യാരണ്ടി ഒന്നുമില്ല. ഏത് സമയത്ത് ടേബിളിൽ കടന്നു തന്നെ ആള് പോകും, ഇല്ലെങ്കിൽ കോമ സ്റ്റേജിലുണ്ട്. അപ്പൊ ഞാൻ വേറെ 2 ന്യൂറോളജിസ്റ്റ് ഡോക്ടേഴ്സുണ്ട് എനിക്ക് പരിചയമുള്ള, അവരോട് വിളിച്ചാൽ പറഞ്ഞു, ആന്റി ഒരു കാരണവശാലും ഇനിയൊരു സർജറിക്ക് വിധേയക്കരുത്, ആന്റിക്ക് അതിനുള്ള ആരോഗ്യമൊന്നുമില്ല. പ്രാർത്ഥിച്ച് രോഗസൗഖ്യത്തിലെ 2 കുഞ്ഞുങ്ങളെ തന്നു. അപ്പൊ അങ്ങനെ ദൈവസന്നിധി തികഞ്ഞ സുബോധത്തോടെ വ്യാഴാഴ്ച രാവിലെ 3:31 ജൂൺ 7-ാം തീയതി നിത്യത്തിലേക്ക് കടന്നുപോയി. അപ്പൊ കൃപയാൽ നമ്മൾ എന്തുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ്, അവരിൽ നിന്നൊക്കെയും യഹോവ അവനെ വിടുവിക്കുന്നെന്നാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരു നാൾ കൈവിടുകയിൽ ഉപേക്ഷിക്കത്തുണ്ട്. കൃപയാൽ കർത്താവ് എൻ്റെ അഡ്രസ്സ് ഇന്നും എനിക്ക് ദൈവം നിലനിർത്തി തന്നു. SLC ബുക്കിലുള്ള അഡ്രസ്സ്. പിന്നെ ഞാൻ എൻ്റെ കർത്താവിനോട്, കർത്താവെ എൻ്റെ ജ്യേഷ്ഠന് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കി കൊടുക്കണം, ദൈവരാജ്യം ഭക്ഷണവും പാനീയമല്ലെന്ന്. അവൻ എൻ്റെ അപ്പൻ്റെയും എൻ്റെ അമ്മയുടെയും മകനാണ് എന്ന് പറഞ്ഞ് ആവശ്യം വെച്ച് പ്രാർത്ഥിച്ചു. കൃപയാൽ 2004 ദൈവാത്മാവിനോട് 40 ദിവസം ഉപസിച്ച് പ്രാർത്ഥിച്ചാല് ജ്യേഷ്ഠൻ രക്ഷിക്കപ്പെട്ടിരുന്നു. 2002 സ്നാനപ്പെടുന്നു. അങ്ങനെ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ല എങ്കിലും ഉപസിച്ച് പ്രാർത്ഥിച്ച് 36-ാമത്തെ ദിവസം ഉണ്ട് ചന്തക്കുന്ന് IPC കോളിന്ന് ഒരു ഫോൺ കോള്. അന്ന് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നു വീട്ടില്. വന്നു, ഞാൻ നാളെ സ്നാനപ്പെടാൻ പോകാൻ. ഞാൻ പറഞ്ഞു, ലോകത്തിന് വേണ്ടി മരിച്ച് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ പൂർണ്ണമായ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്നാനപ്പെടാവൂ, ഇല്ലെങ്കിൽ സ്നാനപ്പെടരുതെന്നും. അല്ല, ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ടെന്നും. അതിനു മുൻപ് ചില പാസ്റ്റേഴ്സ് എന്നോട് ചോദിച്ചു, ഞങ്ങൾ സ്നാനപ്പെടുത്തിക്കോട്ടെ. ഞാൻ പറഞ്ഞു, എൻ്റെ ജ്യേഷ്ഠനെന്ന് പറഞ്ഞ് സ്നാനപ്പെടുത്തരുത്. അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം യേശുക്രിസ്തു ഏക ദൈവമാണെന്ന് മനസ്സിലാക്കി ഹൃദയത്തിൽ വിശ്വസിച്ച് വായി കൊണ്ട് ഏറ്റു പറഞ്ഞു എങ്കിൽ സ്നാനപ്പെടുത്താൻ എനിക്ക് അതിൽ സന്തോഷമുള്ളത്. കൃപയാൽ അദ്ദേഹം സ്നാനപ്പെട്ടു, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു. ജോലികളുമത്തിൽ അനേകരോട് കർത്താവിന്റെ വചനം അറിയിച്ചു കൊണ്ടിരുന്നു. ഒരു അപകടത്തിലാണ് മരിച്ചതെങ്കിലും ആ ഞായറാഴ്ച സഭയിലെ പാസ്റ്റർ പറഞ്ഞു, എനിക്ക് പോകാനുള്ള ഒരു വാഹനം വരും, ആ സമയത്ത് ഞാൻ നിത്യതയിലേക്ക് കയറിപ്പോകും, ഞാൻ ആർക്കൊരു ഭാരമാകത്തില്ലെന്ന്. കൃപയാല് ആ സൺഡേ പറഞ്ഞു കഴിഞ്ഞു. പിന്നത്തെ ആ വ്യാഴാഴ്ചയാണ് ആള് നിത്യതയിലേക്ക് പോയത്. ഞാൻ പറഞ്ഞത് എന്താ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞു. നമ്മൾ ക്രിസ്തുവിനോട് ഒന്നിച്ച ക്രിസ്തുവിന്റെ ജനന മരണ പുനരുത്ഥാനത്തിന് സാക്ഷ്യം വഹിക്കാനാണ് സ്നാനപ്പെട്ടത്. ജീവന്റെ പുതുക്കത്തിൽ നടക്കാനാണ്. അതിന് വചനപ്രകാരം നമ്മൾ ജീവിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, നമ്മെ വഴി നടത്തും. അങ്ങനെ ജ്യേഷ്ഠനും സ്നാനപ്പെട്ട ദൈവകൃപയിലേക്ക് കടന്നു വന്നു. ഞാനിത് പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാണ്. രണ്ടാമത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുന്നു. എന്റെ ഫാദറിലൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. ഞങ്ങളൊക്കെ ചെന്ന് ഇങ്ങനെ കത്രിക കൊണ്ട് ഇങ്ങനെ തട്ടും, ആരെങ്കിലും പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിൽ കടന്നു വന്നാല്. പക്ഷെ എനിക്കൊരു കാര്യം, മറ്റെല്ലാ കാര്യത്തിലും നല്ല സ്നേഹമായിരുന്നു. അപ്പൊ ആരെങ്കിലും വന്ന് സന്ധ്യയ്ക്ക് പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ വീട്ടിൽ ദൂരെ ബസ് സൗകര്യമൊന്നുമില്ല ആ കാലത്ത്, വന്നവർക്ക് പോകാനും പറ്റത്തില്ല. അത് സ്ത്രീ ആണെങ്കിലും പുരുഷനായാലും. അപ്പൊ താമസിക്കാനുള്ള സൗകര്യമുണ്ട്. അവിടെ വിശ്രമിക്കും. പ്രാർത്ഥിക്കുമ്പോ എക്സ് മിലിറ്ററിക്കാരനായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുന്ന നേരത്തെ ഇങ്ങനെ കത്രിക കൊണ്ട് തട്ടും, ഞാനിവിടെ ഉണ്ടെന്നുള്ളത്. ഞാനിത് കാണുമ്പോൾ ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ നോക്കും, പെട്ടെന്ന് മുഴങ്കാലെന്ന് അറിയാവുന്ന എല്ലാ വിശുദ്ധന്മാർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അതിനുശേഷം പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞു കഴിഞ്ഞ് അപ്പൊ കഥ വലിച്ചടച്ചാൽ എഴുന്നേറ്റ് മുറിക്കകത്ത് പോയി കിടക്കും. പിന്നെ ഞാൻ ചെന്ന് കഥ തട്ടും. അപ്പൊ ആരാന്ന് ചോദിക്കുമ്പോൾ ഞാനാണെന്ന് അറിയും. അപ്പൊ
വരാൻ പറയും, കിടക്കുന്ന കട്ടിലിൽ ഇരിക്കാൻ പറയും. എന്നിട്ട് എന്താ വന്ന കാര്യം ചോദിക്കാം. പറഞ്ഞു, നമ്മള് ദൈവത്തെ വിളിക്കുന്നതിലല്ല വ്യത്യാസം, ആഹാരം ദൈവം തന്നല്ലേ, നമുക്ക് ഒന്നിച്ച് കഴിക്കുന്നത് സന്തോഷമല്ലേ. അങ്ങനെ വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. അദ്ദേഹവും എൻ്റെ വിവാഹം കഴിഞ്ഞ് 7 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളോട് ഒന്നിച്ച് മുഴങ്കാലും ഇടയ്ക്ക് പോകുന്ന സമയം വരെ പറഞ്ഞേച്ച് 85-ാമത്തെ വയസ്സിൽ ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകണ്ടെന്നാണ്, ഒരു തലവേദന പറഞ്ഞു. പക്ഷെ മകൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പക്ഷെ കഴിക്കുക മരിച്ചുപോയി. അപ്പൊ നമ്മൾ എന്തുണ്ട്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ദൈവത്തിന്റെ ജനം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. പരിശുദ്ധാത്മാവ് ശകല സത്യത്തിലല്ല, സകല സത്യത്തിലും നമ്മളെ വഴി നടത്തും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനും കർത്താവായ ക്രിസ്തുയേശുവിനും പിതാവായ ദൈവത്തിനും എന്നും നിത്യ യൗവനം. അപ്പൊ സകല സത്യത്തിലെ പരിശുദ്ധാത്മാവ് നമ്മളെ ജോലിയുള്ള ബന്ധത്തിലായാലും, നമ്മുടെ ഭവനത്തിലായാലും, സഭയിലായാലും, വാഹനത്തിലായാലും ഒക്കെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മോട് ഒന്നിച്ചുണ്ട്. അപ്പൊ ഈ പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായ വചനപ്രകാരം ജീവിക്കുന്ന ജീവിതങ്ങളെ ചേർക്കാൻ ദൈവമായ കർത്താവ് വരുന്നു. അപ്പൊ അനേകരെ എങ്ങനെ ജീവിക്കും, എങ്ങനെ പോകും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെയൊക്കെ അനേകരാദ്യം എനിക്കൊരു പെൺകുഞ്ഞിനെയാണ് തന്ന, അനേക ദേവദാസന്മാർ തന്നെ ബാബുവിന് പെൺകുഞ്ഞിനെയാണ്, ബാബുവിന്റെ അളിയൻ ആൺകുഞ്ഞാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്നും പറഞ്ഞു. മോടെ വിവാഹം നടക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് മകളുണ്ടെന്ന് പറഞ്ഞിട്ട് നടക്കാൻ എനിക്ക് പറ്റത്തില്ലല്ലോ, ഓരോന്നിനും അതാതിന്റെ തക്ക തുണയും നൽകി തരും. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന്റെ വചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവദാസന്റെ മകനാണ്, കർത്താവിന്റെ വില ചെയ്യുന്ന ഒരു പൈതലാണ് എൻ്റെ മകൾക്ക് വിവാഹാലോചന വന്നത്. നടന്നു. അതുപോലെ മകന്റെ കാര്യവും അനേക പ്രതികൂലങ്ങളുടെ പ്രയാസങ്ങളുടെ ഒക്കെ മധ്യത്തിൽ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കാനിടയായത്. അപ്പൊ ചിലർ ചോദിച്ചു, സെമിറ്ററി ഇല്ലേ? ഞാൻ പറയും, മരിക്കണ്ടേ, മരിച്ചാലല്ലേ സെമിറ്ററി ആവശ്യമുള്ളൂ, നമുക്ക് കിട്ടുമെന്നാണ്. കാരണം എൻ്റെ അനുഭവം അങ്ങനെയാ. സെമിറ്ററിയുടെ പെരുമ്പാവൂർ ശാര സെമിറ്ററിയിൽ എൻ്റെ അമ്മ വിശ്രമിക്കുന്നു. മാത്രമല്ല പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു കഴിഞ്ഞ് പോകുന്ന സമയം വരെ പറഞ്ഞേച്ച് നവംബർ 1-ാം തീയതിയാണ്, 28-ാം തീയതി പറഞ്ഞു ഇനി 3 ദിവസം കൂടെ ഉണ്ടെന്നാണ്. വെള്ളിയാഴ്ച രാത്രി പറഞ്ഞു ഇനി വ്യാഴാഴ്ച രാത്രി ഇനി 1 ദിവസം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് പോകുമ്പോ പറഞ്ഞേച്ച് പോകണമെന്ന് പറഞ്ഞു. പരിശുദ്ധാത്മാവ് പ്രാപിച്ചതിന് ശേഷം അമ്മ ഈ കാര്യം പറയുന്നു. വളരെ കൃത്യനിഷ്ഠയുള്ള ഒരു മാതാവായിരുന്നു. രാവിലെ 4:30 മണിക്ക് എഴുന്നേറ്റ് പാട്ടുപാടി പ്രാർത്ഥിക്കും. 76-ൽ സ്നാനപ്പെട്ടതാണെന്ന് വിചാരിച്ചാലും 91 വരെ അമ്മ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു. പാട്ടുപാടും വേദപുസ്തകം വായിക്കും ഒക്കെ ചെയ്യുമായിരുന്നവരെല്ലാം ശുശ്രൂഷിക്കും. മക്കളെന്നോ മരുമക്കളെന്നോ വ്യത്യാസമില്ല, എല്ലാ കാര്യങ്ങളും വീട്ടിലെല്ലാം നന്നായി ചെയ്യായിരുന്നു. അന്ന് അമ്മ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ വേണ്ടി 7 ദിവസം ഇരുന്ന് ദൈവസന്നിധി ഇരുന്ന് പ്രാർത്ഥിച്ചു. എന്നെ സ്നേഹിക്കുന്ന ദൈവമക്കളും കൂടെ തന്നെ. അങ്ങനെ അന്യഭാഷ അടയാളത്തോടു കൂടി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് പോകുന്ന സമയം വരെ പറഞ്ഞേച്ചാ പോയത്. അപ്പൊ നമ്മൾ എന്തുകൊണ്ട്, എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടി വരുത്തുവിൻ, മുൻപേ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കും. ഇന്ന് എൻ്റെ വീട്ടഡ്രസ് ആറ്റാശ്ശേരി ജന്മത്തിൽ എന്നാണ്. ആ പേരില് എൻ്റെ കുടുംബക്കാര് ആർക്കും ആ വീട്ടുപേരില്ല. സർട്ടിഫിക്കറ്റ് കിടപ്പുണ്ടെങ്കിലുള്ളൂ, ആ വീടും ഒന്നുമില്ല. പക്ഷെ കൃപയാൽ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചതുകൊണ്ട് ഞാൻ എൻ്റെ ദൈവത്തോട് ചോദിച്ചതെല്ലാം ദൈവം എനിക്ക് നൽകി തന്നു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, പരിശുദ്ധാത്മാവിലുള്ള സമാധാനവും സന്തോഷവും. അനേകർ ചോദിക്കും, തനിച്ചാണല്ലേ വീട്ടിൽ? ഞാൻ പറഞ്ഞു, നോ എന്നറിയും. കാരണം എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകി തരും. ഇമ്മാനുവേൽ, അവൻ നമ്മോട് കൂടെയാണ്, ഇന്നലെയും ഇന്നും എന്നേക്കും. അവിടെ എനിക്ക് ദൈവജനത്തോട് പറയാനുള്ളത്, ഇന്നലെയെ കുറിച്ച് നമ്മൾ ദുഃഖിക്കണ്ട. നാളെ എന്തായി തീരുമെന്ന് നമ്മൾ ഭാരപ്പെടേണ്ട. കാരണം കർത്താവ് യേശുക്രിസ്തു ഇന്നലെ ഇന്ന് എന്നേക്കും അനന്യനാണ്. ഇന്ന് നമുക്കൊരു ദിവസം സന്ധ്യാസമയം നൽകി തന്നെങ്കിൽ ദൈവം നടത്തിയ നന്മകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാനും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ, ദൈവത്തെ ആരാധിപ്പാൻ കഴിയണം. അനേക ശത്രു ചോദിക്കുന്നത് എത്ര ദിവസം നടക്കും? പക്ഷെ നിത്യതയിലും ഇവർ എവിടെ നിന്ന് വന്നവർ യജമാനൻ അറിയുന്നുവല്ലോ. മഹാകഷ്ടതയിലും നിന്റെ നാമത്തെ മുറുകെ പിടിച്ച നിന്റെ നാമമഹത്വത്തിനായിട്ട് ജീവിച്ചവർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കർത്താവ് സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നമ്മുടെ കണ്ണിലെ കണ്ണുനീരെല്ലാം തുടച്ചു കളയുന്ന ആ നല്ല നാള് നാഴികയുണ്ട്. രാപ്പകൽ അവന്റെ തിരുമുഖം കണ്ട് നമ്മുടെ കർത്താവിനെ ആരാധിക്കുന്ന മഹൽ സദസ്സിലേക്കാണ് ദൈവത്തിന്റെ സഭയെ ദൈവത്തിന്റെ ദാസന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വചനപ്രകാരം ശുദ്ധന്മാർ ദൈവമായ കർത്താവിനോട് ഒരുമിച്ചായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാ സമയത്തും നമ്മുടെ കർത്താവിന്റെ ഭാരങ്ങള്, പ്രതികൂലങ്ങള്, നിന്ദകള്, പ്രശ്നങ്ങള്. 48 വീട് വാടകയ്ക്ക് മാറി മാറി താമസിച്ചിട്ടുള്ള കർത്താവിന്റെ വിലയുള്ള ബന്ധം, വാടക കൊടുക്കാത്ത വീടുകളിലും താമസിച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് കാണിച്ചു തരും, ഇതാകുന്നു പോകേണ്ടുന്ന പദം.
അങ്ങനെ ആദിമകാല ദൈവദാസന്മാരുടെ അനുഭവങ്ങൾ വായിച്ചതാണ്. കത്തിയിരുന്ന ദൈവനാളങ്ങൾ ഒരു പുസ്തകം ഉണ്ടായിരുന്നു. അപ്പൊ അതിൽ പാസ്റ്റർ കെ എബ്രഹാമിന്റെ കൊണ്ടറ ഉമ്മച്ചന്റെയൊക്കെ അനുഭവം. അവർ വിശ്വാസത്താൽ ടിക്കറ്റ് എടുക്കാതെ ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയത്. സമയമില്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അതൊക്കെ വായിച്ച സമയത്ത് ഞാൻ ചിന്തിച്ചു, ദൈവഹിതമായ കുമ്പനാട് ഹെബ്രോനിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ അതിനുള്ള മുഖാന്തരം ഒരുക്കി കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ വേണ്ടി കടന്നു സമയത്ത് അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണ്ടും അത് ഇന്ത്യ ബൈബിൾ കോളേജായി മാറ്റപ്പെട്ട് അവിടെ ഫസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്യും. നല്ല മാർക്കോടുകൂടി ഫുൾ അറ്റൻഡൻസിന് പ്രസന്റ് വാങ്ങിച്ചാണ് ഞാനും പ്രിയ ബാബുക്കുട്ടി ചാനും മാമൻ അബ്രഹാം ഞങ്ങൾ ഒന്നിച്ച് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എനിക്ക് കർത്താവ് ദൈവമക്കളെ കുറിച്ച് നല്ല ഓർമ്മ വന്നിട്ടുണ്ട്. അപ്പൊ മാമൻ എബ്രഹാം അറ്റൻഡൻസ് വിളിച്ചപ്പോ എന്റെ പേര് വിളിച്ചപ്പോ അദ്ദേഹം മുന്നോട്ട് നോക്കി, ഞാൻ വിളിച്ചപ്പോ അദ്ദേഹത്തിന് അങ്ങനെ ഞങ്ങൾ തമ്മിൽ ആദ്യം കാണുന്നത്. കൃപയാൽ ആ സ്നേഹം ഇന്നും ഉണ്ട്. അങ്ങനെ ഇപ്പൊ ഈ സന്ധ്യാവേളയിലും കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ, സാക്ഷ്യം പ്രസ്താവിപ്പാൻ ദൈവം ഒരു സമയമൊരുക്കി തന്നതിന് നന്ദിയോടെ സ്തോത്രം. എനിക്കിത് പറയാനുള്ളൂ, ഇതൊരു മതമല്ല. സകല ഭൂസീമാവാസികളുമായുള്ളവര് എങ്കിലേക്ക് തിരിഞ്ഞ രക്ഷപ്രാപിക്കും. സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിൽ സത്യത്തിൽ നമസ്കരിക്കണം. സത്യ നമസ്കാരികളെ അന്വേഷിച്ച് അവരുടെ മധ്യത്തിൽ കടന്നു വന്ന് അവരോട് കൂടെ ഇരുന്ന് അവരെ അനുഗ്രഹിക്കുന്ന, അവരെ സഹായിക്കുന്ന, അവരെ ശക്തീകരിക്കുന്ന, അവരെ ബലപ്പെടുത്തുന്ന, അവരെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ ആരാധിക്കും. കഴിഞ്ഞ ദിവസം ബസ്സിൽ യാത്ര ചെയ്തപ്പോ വിപിൻ അറിഞ്ഞ്, അദ്ദേഹം ഒരു അക്കൗണ്ടന്റ് ആണ്, പാലായിലെ റബ്ബർ ബോർഡിൽ അടൂരിന്റെ അടുത്ത വീട്. ഞങ്ങൾ സുവിശേഷം ഷെയർ ചെയ്ത് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തു. അത് പറഞ്ഞ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ലോജിക്കലാണ്, പക്ഷെ അനുസരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണെന്ന്. അപ്പൊ അച്ഛന്റെ പരിശീലനം ഞാൻ പറഞ്ഞു, ലോജിക്കലാണെങ്കിൽ അത് അംഗീകരിക്കണം. നമുക്ക് അവനവന് നന്നാകാൻ പറ്റും. ഒരുവൻ സകല ലോകവും നേടിയാലും തന്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവനെന്ത് പ്രയോജനം? അതുകൊണ്ട് വിപിൻ നന്നായി ശ്രദ്ധിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കണം. വിപിൻ നന്നായി നല്ല കുഞ്ഞായിട്ട് ജീവിച്ച വിപിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഈ മാർഗം നല്ലതാണല്ലോ എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരൊരു സഹോദരനൊക്കെ വരും. അപ്പൊ ദൈവികമായ സമാധാനം കിട്ടും, ഇവിടെ സന്തോഷം കിട്ടും, നല്ലൊരു ഭാവി ജീവിതം നമുക്ക് ഉണ്ടായിരിക്കും. മാത്രമല്ല നിത്യതയിൽ നമ്മുടെ കർത്താവിനോട് ഒരുമിച്ച് ഇവിടെയും ജീവനുള്ള ദൈവത്തെ ആരാധിക്കാൻ ഭാഗ്യം കിട്ടിയാൽ അത് വലിയ ഭാഗ്യമാണ്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകന് പൂർത്തി വരുത്തുന്ന യേശുക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ ഇങ്ങനെയുള്ള ധ്യാനിച്ചുകൊണ്ട് വിശ്വാസത്തിന്റെ ഓട്ട സ്ഥിരതയോടുകൂടെ ഓടണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന് ഒരു ലഘുലേഖയും കൊടുക്കാനിടയായത്. കാര്യം എന്താ? നമ്മുടെ സഹോദരന്റെ രക്തം നമ്മളോട് ചോദിക്കാനിടയാകരുത്. ആരൊരാളെ എസെക്കിയേൽ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ നമ്മുടെ സഹോദരന്റെ രക്തം നമ്മൾ ഷെയർ ചെയ്യുക. യേശുക്രിസ്തു ഏകദൈവമാണെന്നോ യേശുക്രിസ്തു രക്ഷകനായ ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ നാളെ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ അപ്പം വെള്ളത്തിന് എറിയുക, ഏറിയൊരു നാൾ കഴിഞ്ഞിട്ട് അത് തിരികെ ലഭിക്കും. കൃപയാല് 70ാമത്തെ വയസ്സിലും കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച അതേ നാളില് ആ സമയത്തുണ്ടായിരുന്ന ആരോഗ്യം, ആത്മീയമായ സന്തോഷം ദൈവം നൽകി തന്നിട്ടുണ്ട്. ബസ് വാരില്ലെങ്കിലും വിശ്വാസത്താൽ ബസ്സിൽ കയറിയ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ദൈവ ആത്മാക്കളെ ഒരുക്കും. നമുക്ക് ആഹാരം ഇല്ല, ദൈവസന്നിധി ഉപസിച്ച് പ്രാർത്ഥിച്ച് ചിലപ്പോൾ 3 ദിവസമായിരുന്നു വരും, ചിലപ്പോൾ 7ാം ദിവസം ചാക്കിലെ അരി സാധനമായിട്ട് നമ്മുടെ വീട്ടുവാതിൽക്കൽ ദൈവം. ഏലിയാവിനെ കാക്കയെ കൊണ്ട് പോഷിപ്പിച്ച ദൈവം ഒരു സിംഹത്തെ കൊണ്ട് കരടിയെ കൊണ്ടൊന്നും ഏലിയാവിനെ പോഷിപ്പിച്ചില്ല, കുയിലിനെ കൊണ്ട് പോഷിപ്പിച്ചില്ല, ആടിനെ കൊണ്ട് പോഷിപ്പിച്ചില്ല. പിന്നെയോ ഒരു എല്ലാവരും നികൃഷ്ടജീവ കാക്കയെ കണ്ടാൽ ഇപ്പോ കാക്കയെ നിറഞ്ഞു പിടിക്കത്തില്ല. പക്ഷെ ആ കാക്കയെ കൊണ്ട് ഏലിയാവിന് അപ്പം കൊടുത്ത ദൈവം ഇന്നും നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നു, നമ്മെ കരുതുന്നു, നമ്മെ സഹായിക്കുന്നു, നമ്മെ ആശ്വസിപ്പിക്കുന്നു എന്ന പ്രഭാതത്തിലാണ് പ്രിയ സന്ധ്യസ്ഥര് ബാബുകുട്ടിച്ചായൻ ഇങ്ങനെ ഒരു പേര് തന്നു. ഇന്ന് വൈകിട്ട് ഒരു മീറ്റിംഗ് നടക്കുന്നു, സാക്ഷ്യം പ്രസ്താവിക്കണമെന്ന്. ഞാൻ പ്രാർത്ഥിക്കാൻ ഇടയായി തന്നു. ഇത്രത്തോളം സമയം അനുവദിച്ചു തന്ന ദൈവത്തിന്റെ ദാസന്മാർക്കും മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ ദൈവജനത്തിനും കർത്താവ് യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയില് ഇളയനെയും കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമർപ്പിച്ചുകൊണ്ട് വഴിയും സത്യവും ജീവനുമായ ദൈവത്തെ ആരാധിപ്പാൻ കിട്ടിയ ഭാഗ്യം നമ്മള് എപ്പോഴും, ഞാൻ കഴിഞ്ഞ ദിവസം ശിക്ഷിക്കുന്നിടത്ത് ഞാൻ പറഞ്ഞു, നമ്മള് മറ്റൊരു എല്ലാ പാപമാണ്, മദ്യപാനം, പുകവലിയൊക്കെ. പക്ഷെ ദൈവസന്നിധി കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കേണ്ട സമയത്ത് ദൈവത്തെ ആരാധിക്കുന്നത് വലിയ പാപമാണ്. അപ്പൊ അവരത് ശ്രദ്ധിച്ച് മനസ്സിലാക്കി. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ട്? എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ടയക്കാണ്. പിന്നെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്തുന്നു. ഞാൻ പറഞ്ഞു, ജനം വെള്ളമില്ല എന്ന് പറഞ്ഞ് ജനം പിറുപിറുക്കാൻ തുടങ്ങി മോശയ്ക്കെതിരായിട്ട്. മരുഭൂമിയിൽ വെള്ളമില്ലെന്ന്. ആ മോശ നെടുഞ്ചാണ് അഹറോനെ കൊണ്ട് നെടുഞ്ചാണ് ദൈവസ്ഥാനത്തിൽ പോയി
വീണു. അപ്പൊ നീ കിടക്കുന്നത് എന്താ? നീ എഴുന്നേൽക്കുന്ന, എന്റെ വടി എന്റെ പെട്ടകത്തിന്റെ സമാധാന കൂടാരത്തിലുണ്ട്, ആ വടി എടുക്കാൻ പറഞ്ഞു. പാറയോട് വെള്ളം തരാൻ കൽപ്പിക്കുന്നു. അപ്പൊ മോശ സൗമ്യനും നിഷ്കളങ്കനുമായ മനുഷ്യൻ, എന്റെ ദാസനായ മോശയെ പോലെ ശാന്തനായിട്ട് ആരുള്ളൂ എന്ന് ദൈവ സാക്ഷി പറഞ്ഞ വ്യക്തിയാണ്. അപ്പൊ മോശ എന്ത് ചെയ്തു? ഈ ജനത്തോടുള്ള കോപം കൊണ്ട് പാറയെ അടിച്ചു. ഒരൊറ്റ കാര്യം കൊണ്ട് അഹ്റോന്റെ പുരോഹിത വസ്ത്രം എലിയാസറിനെ മോശയോട് ധരിപ്പിച്ചു. അഹ്റോൻ മരിച്ചടക്കപ്പെട്ടു. മോശയ്ക്ക് ദൈവം ദൂരത്തുനിന്ന് കാണിച്ചു കൊടുത്തു. അന്ന് പൂർണ്ണമായി യഹോവയോട് പറ്റിച്ചേർന്ന വേറൊരു സ്വഭാവമുള്ള യോശുവയും കാലേബും വാഗ്ദത്ത കനാൻ ദേശത്ത് എത്തിച്ചേരുവാൻ യോർദാനിൽ ഇറങ്ങിയപ്പോൾ യോർദാൻ രണ്ടായി പിളർന്നു. യോശുവ പറഞ്ഞതനുസരിച്ച് ആ പുരോഹിതന്മാര് പെട്ടകവുമായിട്ട് ഇറങ്ങിയത്. അപ്പൊ ഈ ദൈവം എന്നുമെന്നേക്കും നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം നമ്മെ വഴി നടത്താൻ ഇടയായിത്തീരും. ശത്രു നമ്മെ എതിർത്താലും ഒറ്റവരും എല്ലാവരും കൈവിട്ടാലും നമ്മെ ഒരിക്കലും കൈവിടാത്ത കർത്താവ്, നമ്മെ സഹായിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ ബലപ്പെടുത്തുന്ന കർത്താവ്. എൻ്റെ കുടുംബത്തിലും ബന്ധുമിത്രാദികളും എല്ലാ സുവിശേഷം ഷെയർ ചെയ്യാൻ ഇടയായിട്ടുണ്ട്. അവർക്കെല്ലാം ഈ സത്യം മനസ്സിലാക്കാൻ ഇടയായിട്ടുണ്ട്. കൃപയാൽ ഇപ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ മദറിന്റെ ഒരു ജ്യേഷ്ഠത്തെ വിശ്വാസി വന്നു, അവരെയും ഞങ്ങൾക്ക് ശുശ്രൂഷിക്കാൻ വാർദ്ധക്യത്തില് അവരെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം തന്നു. അവരും പറഞ്ഞ മാതിരി പോകുന്ന സമയം വരെ ഫർണിച്ചത്. നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന വിശ്വാസം ഒന്ന്, സ്നാനമൊന്ന്, കർത്താവായ യേശുക്രിസ്തുവിനെ ആരാധിക്കാൻ ഭാഗ്യം ലഭിച്ച ദൈവത്തിന്റെ ജനം മഹാപ്രത്യാശയുള്ള നമ്മുടെ ധൈര്യം തള്ളിക്കളയാതെ ആ വചനം വായിക്കുന്ന പരിപാടി. ദിവസം ഒരു 5 അധ്യായം കൃപയാൽ ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് ഇപ്പോഴെന്ത് ചെയ്യും? രാവിലെ പഴയ നിയമത്തിൽ ഒരു അധ്യായം സങ്കീർത്തനം വായിക്കും, രാത്രി പുതിയ നിയമത്തിൽ നിന്നൊരു അധ്യായം സദൃശ്യം വായിക്കും, പിന്നെ ഒരു സങ്കീർത്തനം വായിക്കും, പിന്നെ 5 അധ്യായങ്ങൾ വേറെ തനിയെ വായിക്കും. കാര്യം എന്താ? നമ്മുടെ ആത്മീയ മനുഷ്യന് ആഹാരം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണ്. അതുകൊണ്ട് ഇത്രത്തോളം ക്ഷമയോടെ കേട്ടിരുന്ന ദൈവജനത്തിന് ഒരിക്കൽ കൂടി നന്ദിയും, കർത്താവായ യേശുക്രിസ്തു സ്നേഹവന്ദനം അറിയിച്ച് ഇത്രത്തോളം സമയം അനുവദിച്ച ദൈവജനത്തിനും കർത്താവായ യേശുക്രിസ്തുവിനും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് കർത്താവിന്റെ അൽഫ്രൈസ് അധ്വാനിപ്പാൻ ആവശ്യമായ ദൈവകൃപ ലഭിക്കേണ്ടതിന് നിങ്ങളും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിച്ച് ദൈവസന്നിധിയിൽ ഇരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. ക്രിസ്തീശുവിൽ കൂടി ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നിന്റെ തിരക്തത്തിന്റെ വേണ്ടിയുടെ പിതാവ് ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവപാദപീഠത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങ് ഞങ്ങളെ നടത്തിയ വിധങ്ങൾ ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ വേറൊന്നും ഞങ്ങൾക്ക് ചൊല്ലുവാനില്ലപ്പ. സകല പാർവ്വജാതികളെയും സമുദ്രത്തിലെ ജന്തുക്കളെയും അനുഗ്രഹിച്ച കർത്താവ്, മനുഷ്യനെ ഉണ്ടാക്കി തന്ന സ്വരൂപത്തിൽ മോശായിൽ ഉണ്ടാക്കിയതിനു ശേഷം ആ മനുഷ്യനെ ഈ അനുഗ്രഹിപ്പാൻ തക്കനിടയായി തീർന്നല്ലോ. നഷ്ടപ്പെട്ടു പോയ മാനവജാതിയുടെ വീണ്ടെടുപ്പിനായി കാലത്തിന്റെ സമ്പൂർണ്ണത ഭൂമിയിലേക്ക് കടന്നു വന്ന് സാധാരണക്കാരനായി ദാസരൂപം എടുത്ത് കാൽവരി ക്രൂശിലുള്ള തന്നെ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്നത് കൊണ്ട് സകല നാമത്തിലും മേലായ നാമം ലഭിച്ച അങ്ങയുടെ മഹിമയുടെ സാക്ഷികളായി മുൻപോട്ട് ജീവിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണം. തെക്കേ നാട്ടിലെ തോടുകളെ പോലെ ഞങ്ങളുടെ പ്രവാസികളെ മടക്കി വരുത്തുന്നു. പണ്ടത്തെ പോലെ ഒരു നല്ല കാലം ഞങ്ങൾക്ക് നൽകി തെരുമാറാണ്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും, അവർക്ക് അറ്റച്ചുമൊന്നും ആർത്തും കൊണ്ട് വരുന്നു എന്നുള്ള തിരുവചന പ്രകാരം കർത്താവെ, ആ തെരുവിൽ നടന്ന ഉണർവ്, മുക്തിമിഷനിൽ പകർന്ന ഉണർവ് ഞങ്ങളുടെ മധ്യത്തിൽ അയക്കണമേ. അത് ഞങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന്, ഞങ്ങളുടെ ദേശത്ത് നിന്ന് ആരംഭിപ്പാൻ കർത്താവ് സഹായിക്കണം. കർത്താവ് മീറ്റിംഗ് ലീഡ് ചെയ്ത ദൈവദാസനെ, ഇതിൽ പങ്കെടുത്ത ദൈവജനത്തെ, സന്ധ്യസ്ഥനെ കുടുംബത്തെ, അഫുജാന കുടുംബത്തെ, എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിച്ച് വരവിനായി ഒരുക്കി പ്രത്യാശ നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. കർത്താവെ, ഇത് മീറ്റിംഗിൽ പങ്കെടുത്ത നിന്റെ ജനത്തെ, അവരുടെ തലമുറകളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കിരിയട്ടെ. കർത്താവായ യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ.